ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിൽ മനുഷ്യൻ ജീവിക്കാൻ തുടങ്ങിയ നാൾ മുതൽക്ക് തന്നെ മനുഷ്യരോട് സംസാരിച്ച വിഷയമാണ് എൻ്റെ ഉലൂഹിയത്തിനെ നിങ്ങൾ അംഗീകരിക്കണം, ഞാൻ ഇലാഹാണെന്ന് നിങ്ങൾ അംഗീകരിക്കണം. അത് വെറുതെ അങ്ങ് അംഗീകരിക്കുകയല്ല, ആകാശലോകത്ത് വെച്ച് ഞാൻ റബ്ബാണ് എന്ന് നിങ്ങൾ അംഗീകരിച്ചിട്ടുണ്ട്. അന്ന് നിങ്ങൾ ഏകപക്ഷീയമായി എല്ലാവരും കൂടി ഒത്തു സമ്മതിച്ച വിഷയമാണ് അല്ലാഹു നീ റബ്ബാണ്. അലസ്തു ബി റബ്ബിക്കും ഖാലു ബല. ഭൂമിയിലെത്തിയപ്പോൾ അല്ലാഹു തആല മനുഷ്യരോട് ആവശ്യപ്പെടുന്നത്, ആകാശലോകത്ത് വെച്ച് ഞാൻ റബ്ബാണ് എന്ന് നിങ്ങൾ സമ്മതിച്ചിട്ടുണ്ടല്ലോ. നാം റബ്ബിനെ വിശദീകരിച്ചിട്ടുണ്ട്. റബ്ബ് എന്താണെന്നറിയാത്തവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല. എപ്പോഴെങ്കിലും എന്തെങ്കിലും കുറച്ച് കേൾക്കുന്നവർക്ക് ചിലപ്പോൾ കാര്യം മനസ്സിലായിക്കൊള്ളണമെന്നില്ല, പരസ്പരം കണക്ഷൻ ഇല്ലെങ്കിൽ. ആരാണ് റബ്ബ്, എന്താണ് റബ്ബ്, റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ നാം വിശദീകരിച്ചിട്ടുണ്ട്. ഒരേ വിഷയം തന്നെ ആവർത്തിച്ച് പറയുമ്പോൾ സമയം നഷ്ടമാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരെ മുഴുവനും ആകാശലോകത്ത് വിളിച്ചുകൂട്ടി, ഒരുമിച്ച് കൂട്ടി അല്ലാഹു തആല മനുഷ്യരുമായിട്ടൊരു സംവാദം നടന്നിട്ടുണ്ട്. ശരീരത്തോടു കൂടി ആദമ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, ബാക്കിയുള്ളവർ മുഴുവനും റൂഹുകളാണ് ഉണ്ടായത്. ശരീരം എന്നതിനല്ലല്ലോ പ്രസക്തി റൂഹിനാണ് നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. ശരീരം റൂഹിനെ ഈ ദുനിയാവിൽ സന്നിവേശിപ്പിക്കാനുള്ളൊരു പേടകം മാത്രമാണ്, ഒരു പേടകം മാത്രമാണ്. വനഫ്സിൻ വമാ സവ്വാഹ, വനഫ്സിൻ ആത്മാവിനെ തന്നെയാണ് സത്യം, വമാ സവ്വാഹ ആ ആത്മാവിനെ സന്നിവേശിപ്പിക്കുന്നതിന് അല്ലാഹു നിശ്ചയിച്ച പ്ലാറ്റ്ഫോമിനെ തന്നെയാണ് സത്യം. ഒരു പ്ലാറ്റ്ഫോമാണ് ശരീരം, അടിസ്ഥാനം റൂഹാണ്. റൂഹിനെ അതിൽ നിന്ന് നീക്കിക്കഴിഞ്ഞാൽ പിന്നെ ശരീരത്തിന് പ്രസക്തിയില്ല. അത് അല്ലാഹു തആല മണ്ണാക്കും, അത് പുഴുക്കൾക്ക് തിന്നാനുള്ളതാണ്. ഫമാ ഖുലിഖ്തും ഫലിത്തുറാബ്. ചില ശരീരങ്ങളെ അല്ലാഹു അവൻ്റെ ഖുദ്റത്ത് കൊണ്ട് ഖിയാമത്ത് നാൾ വരെ സൂക്ഷിച്ചു വെക്കും. അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടായിക്കൊള്ളണമെന്നൊന്നുമില്ല. പ്രത്യേകതയൊന്നും നമ്മൾ ഇതാക്കാൻ നിൽക്കണ്ട. ഫിറോൻ്റെ ശരീരത്തെ അല്ലാഹു തആല സൂക്ഷിച്ചത് ഫിറോൻ്റെ ശരീരത്തിന് എന്താ കറാമത്തുള്ളതുകൊണ്ടാണോ? അള്ളാഹുവിൻ്റെ സംവിധാനം നടപ്പിലാക്കുകയാണ്. അതിലൊക്കെ അള്ളാഹുവിൻ്റെതായ ചില ഹിക്മത്തുകളുണ്ട്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശരീരം ഒരിക്കലും ഭൂമി മണ്ണ് തിന്നുകയില്ല. അല്ലാഹു റസൂൽ തന്നെ പറഞ്ഞ വിഷയമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തജഅലു ബുയൂതക്കും ഖുബൂറ. നിങ്ങളുടെ വീടുകൾ നിങ്ങൾ ഖബറുകളാക്കരുത്. എന്താണ് വീടുകളെ ഖബറാക്കരുതെന്ന് പറഞ്ഞ കാരണം? ഖബറും പുറത്ത് പോയിട്ട് ഖുർആൻ ഓതുക, സലാത്ത് അല്ല, ദിക്ർ അല്ല, ഈറ്റാക്കൂട്ട് കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. കാരണം അതൊക്കെ വീട്ടിൽ വെച്ച് നടക്കേണ്ട കാര്യമാണ്. വീട് പോലെ നിങ്ങൾ ഖബറാക്കരുത്. വീട്ടിൽ നടക്കുന്ന അമലുകളൊക്കെ ഖബറും പുറത്ത് പോയി ചെയ്യരുത് എന്നാണ് വാക്കിൻ്റെ അർത്ഥം. ലാ തജഅലു ഖുബൂറക്കും ലാ തജഅലു ബുയൂതക്കും ഖുബൂറ. നിങ്ങളെ വീട് നിങ്ങൾ ഖബറുകളാക്കരുത്. എന്നുവെച്ചാൽ വീട്ടിൽ ദിക്റും ദുആ ഒന്നും ഇല്ലാത്ത വെറും കാലി, വെറും സിനിമ കാണാനുള്ള സ്ഥലം മാത്രമാക്കരുത്. ഇങ്ങനെ വീട്ടിലെല്ലാം നടക്കണം എന്ന റസൂൽ എന്ന് പറഞ്ഞ വാക്കിൻ്റെ വായന. ഒന്നും നടക്കാൻ പറ്റാത്ത സ്ഥലം ഖബറാണ്. ഖബറും പുറത്ത് ഒന്നുമില്ല, വെറും സലാം പറയൽ മാത്രം. വേറെ ഒരു പരിപാടിയും ഖബറും പുറത്തില്ല. പള്ളിപ്പറമ്പിലാണ് ഖബറെങ്കിൽ ഖബറും പുറത്ത് പോക്കാം, ബാപ്പാക്ക് സലാം പറയുക, നേരെ പള്ളിയിൽ പോയി ഉണ്ടാക്കാത്ത നിസ്കരിച്ച് അല്ലാണ്ട് ദുആ ചെയ്യുക ബാപ്പാക്ക് വേണ്ടി. ഖബറിൻ്റെ അടുത്തൊന്നും ദുആക്കുന്ന പരിപാടിയില്ല, സലാം പറയുന്ന പരിപാടി മാത്രം. സിയാറത്ത് അല്ലാഹുവിൻ്റെ റസൂൽ സുന്നത്താക്കി തന്നത് നമ്മുടെ ആഖിറം ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഫഇന്നഹാ തുദക്കിറുക്കുമുൽ മൗത്ത്, നമ്മുടെ മരണം ആലോചിക്കാൻ. അത് റസൂലുള്ളാഹി തങ്ങളുടെ ഖബറും പുറത്താണെങ്കിലും ശരി, നമ്മുടെ മരണത്തെപ്പറ്റി ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് ആ സിയാറത്ത്. അവിടെ നിന്നൊന്നും നമുക്ക് നേടാനില്ല. ലാ തജഅലു ബുയൂതക്കും ഖുബൂറ. പിന്നെ ദിക്ർ, ദുആ, തസ്ബീഹ്, ദിക്ർ, സലാത്ത് എല്ലാം വീട്ടിൽ നടക്കണം. വീടെപ്പം മുഖരം ഫർദ് നിസ്കരിക്കാൻ മാത്രമേ പള്ളിയിലേക്ക് വരേണ്ടതുള്ളൂ. ബാക്കി എല്ലാം വീടുകളിലാണ്. റിഡക്ഷനുണ്ട്.
ളുഹറിന് മുമ്പ് 4 റക്അത്ത് പള്ളിയിലാണെങ്കിൽ 4 റക്അത്ത് നിസ്കരിക്കണം, വീട്ടിൽ നിന്നാണെങ്കിൽ 2 റക്അത്ത് നിസ്കരിച്ചാൽ മതി. ഈ 4ൻ്റെ പ്രതിഫലം 2 കിട്ടും. അത്ര പ്രാധാന്യമുണ്ട് വീട്ടിൽ സുന്നത്ത് നിസ്കരിക്കുന്നത്. അതിനിപ്പോൾ ജൂതൻ്റെ ഉൽപ്പന്നമായ 72 ഇഞ്ചും വെച്ചിട്ട് ഹോം തിയേറ്റർ വെച്ചിട്ട് സിനിമ കാണാൻ മാത്രമുള്ളതിൻ്റെ വീട്, നിസ്കരിക്കാൻ ഓടി വരും പള്ളിയിലേക്ക്. പള്ളി ഫ്രീ ആണല്ലോ, ഉളു ഫ്രീ, മൂത്രപ്പുര ഫ്രീ, കക്കൂസ് ഫ്രീ, നിൽക്കാറെല്ലാം ഫ്രീ. TV ഓഫാക്കിയിട്ട് നേരെ വരും പള്ളിയിലേക്ക്. ഒരു പള്ളിയിൽ വന്നിട്ട് ഉള്ളുണ്ടാക്കിയിട്ട് വന്നിട്ട് സുന്നത്തിരിക്കാം. ഇല്ല, വീട്ടിൽ വെച്ച് ഉള്ളുണ്ടാക്കുക, വീട്ടിൽ വെച്ച് സുന്നത്തിരിക്കുക, പള്ളിയിലേക്ക് വരിക. അതിനാണ് 20 മിനിറ്റൊക്കെ വെച്ചിരിക്കുന്നത് ദൂരത്തുള്ളക്ക് വരാൻ. അല്ലെങ്കിൽ ബാങ്ക് കൊടുത്തോണ്ട് നിസ്കരിക്കേണ്ട കേസല്ലേ. ഈ 20 മിനിറ്റ് 40 മിനിറ്റ് എന്നൊക്കെ ആരും നിശ്ചയിച്ചതാ? ആരാണ് നിസ്കാരത്തിന് സമയം നിശ്ചയിച്ചത്? ഇക്കാമത്തിന് ബാങ്ക് കൃത്യസമയം. ഇക്കാമത്ത് ഈ കമ്മിറ്റിക്കാർ പറയും പോലെ അങ്ങനെ ശരിയായ ബാങ്ക് കൊടുക്കുക, സുന്നത്തിരിക്കുക, ഇക്കാമത്ത് കൊടുക്കുക, ഫർദിരിക്കുക. അതതിൻ്റെ വകുപ്പ്. അസ്സലാത്തുൽ അവ്വൽ വക്തിഹ. അതേസമയത്ത് നമ്മൾ ഈ സമയമൊക്കെ അതുകൊണ്ട് മാനുഷിക മര്യാദ വെച്ച് ദൂരത്തുള്ള ആൾക്ക് വരാനൊരു സമയം ഫർദിരിക്കാൻ പള്ളിയിലേക്ക് തന്നെ വരണം. ഇതെല്ലാം തിരിച്ചില്ലേ? നമ്മൾ തന്നെ തിരിച്ചില്ലേ? ആരാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? ജൂതന്റെ സകല ഏർപ്പാടും വീട്ടിൻ്റെ ഉള്ളിൽ കയറിയില്ലേ? എന്നിട്ട് ജൂതനോട് വെറുപ്പ് എന്ന് പ്രസംഗിക്കുകയും ചെയ്യാം. ജൂതന്റെ സകല സംവിധാനങ്ങളും വീട്ടിൻ്റെ ഉള്ളിൽ കയറിയില്ലേ? ദീനുൽ ഇസ്ലാമിനെ കൊല്ലാൻ വേണ്ടിയിട്ട് ജൂതൻ എന്തെല്ലാം ഉണ്ടാക്കിയിട്ടുണ്ട്, അതൊക്കെ ഇന്ന് വീട്ടിലെത്തിയില്ലേ മുസ്ലിങ്ങളെ വീട്ടിൽ? അതിൽ ഒന്നാമത്തത് ഹോം തിയേറ്റർ ജൂതന്റെ സംവിധാനമല്ലേ? അള്ളാഹുവിൻ്റെ ദിക്റിൽ നിന്ന് വീട്ടിനെ അകറ്റാൻ ജൂതൻ പണ്ട് ഉണ്ടാക്കിയ പ്രോഗ്രാം നടപ്പിലാക്കിയതല്ലേ? മാറ്റാൻ തയ്യാറുണ്ടോ? സിനിമയ്ക്ക് വേണ്ടി മാത്രം റൂം ഉണ്ടാക്കുകയല്ലേ? വീടുണ്ടാക്കുന്ന സന്ദർഭത്തിൽ സെൽഫികൾ വരെ. എന്നിട്ട് ജൂതനോടാണ് വെറുപ്പത് പ്രസംഗിക്കുക. വസ്ത്രവിധാനത്തിലും ജൂതന്റെ സംവിധാനം ഉണ്ടാക്കിയില്ലേ? മിനി സ്കേർട്ടും ലിപ്സ്റ്റിക്കും ബോബ് ചെയ്ത മുടിയും ജൂതന്റെ വകയായിരുന്നില്ലേ മുസ്ലിം പെണ്ണിന്? മുസ്ലിം പെൺകുട്ടികളെല്ലാം ആ വഴിക്ക് പോയില്ലേ? ഇവിടെ കൂടുതൽ ജൂതന്റെ വെറുപ്പ് പ്രസംഗിക്കുന്ന ഇസ്ലാം പാർട്ടിക്കാരൻ്റെ വീട്ടിലല്ലേ ജൂതായുസം കൂടുതലുള്ളത്? കല്യാണം ജൂതവൽക്കരിച്ചില്ലേ? ഇല്ലേ? ദീനുൽ ഇസ്ലാമിൽ കല്യാണത്തിന് എത്ര ആളാകെ വേണ്ടത്? 5 ആളല്ലേ വേണ്ടുള്ളൂ നിക്കാഹിന്. ആരാണ് ഈ 50,000 ആൾ വെച്ചുകൊണ്ടുള്ള നിക്കാഹ് ഉണ്ടാക്കിയത്? ഇസ്ലാം ജൂതനല്ലേ? ആകെ വലിയും പെണ്ണിൻ്റെ ബാപ്പയും 2 സാക്ഷിയും പെണ്ണും 5 ആളിലെ നിക്കാഹ് സഹിയാകാൻ വേണ്ടുള്ളൂ. ആരാണ് ഇന്നത്തെ രീതിയിൽ ഈ മുസ്ലിം ഉമ്മത്തിലെ തിരുവനന്തപുരം തൊട്ട് മംഗലാപുരം വരെയുള്ള ആൾക്കാരെ വിളിച്ച് കല്യാണം നടത്താൻ പഠിപ്പിച്ചത്? ആരായിരുന്നു? ജൂതനായിരുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയെ കെട്ടിയിട്ട് കാണിച്ചു തന്നിട്ടുണ്ട് പെൺകുട്ടിയുടെ കല്യാണം എങ്ങനെയായിരിക്കണം, ആൺകുട്ടികൾ എങ്ങനെയാണ് കെട്ടേണ്ടത് എന്ന്. ഫാത്തിമ ബീവിൻ്റെ കല്യാണം നടത്തി കാണിച്ചു തന്നിട്ടുണ്ട് പെൺകുട്ടിയുടെ കല്യാണം എങ്ങനെയായിരിക്കണമെന്ന്. ആടെത്തും എന്താ മുഹമ്മദ് റസൂലുള്ളാഹി ഇല്ലാത്തത്? മുഹമ്മദ് റസൂലുള്ളാഹിനെ കൊന്നിട്ട് ജൂതൻ്റെ റിസാലത്തല്ലേ നടപ്പിലാക്കിയിരിക്കുന്നത് ഇസ്ലാം പാർട്ടിക്കാരടക്കം. ഈ ജൂതനെതിരായിട്ട് ജിഹാദ് പറയുന്നവർ മുഴുവൻ ജൂതന്റെ സകല സംവിധാനം വീട്ടിനുള്ളിൽ എത്തിച്ചില്ലേ? അഹ്ലു സുന്നത്ത് മാത്രമല്ലേ അതിനെതിരായിട്ട് വന്നിട്ടുള്ളൂ? സലഫി ഉലമാക്കൾ മാത്രമല്ലേ അതിനെതിരായിട്ട് ഇപ്പോഴും ഉള്ളൂ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അനസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, അനസ്, ഇന്നിന്ന സഹാബാക്കളോട് നാളെ രാവിലെ പള്ളിയിലേക്ക് വരാൻ വേണ്ടി പറയണം. ലിസ്റ്റ് കൊടുത്തതിൽ ഏതാണ്ട് ഒരു 18 പേര്. എന്തിനാണ് ഏതിനാണെന്ന് ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് രാവിലെ ഈ 18 പേരും പള്ളിയിലേക്ക് എത്തി. റസൂലുള്ളാഹി തങ്ങളെ കാത്തിരിക്കുകയാണ്. അവർ അഷ്റഫുൽ ഖൽഖ് വീട്ടിൽ നിന്ന് ഇറങ്ങി വന്നു. നിങ്ങളെ ഞാൻ വരാൻ പറഞ്ഞിട്ട് വന്നതാണല്ലേ? അതേ നബിയെ. എന്തിനാണ് നിങ്ങളെ ഞാൻ വിളിപ്പിച്ചതെന്നറിയാമോ? ഇല്ല നബിയെ, എൻ്റെ മകളെ നിക്കാഹാണ്, ഫാത്തിമാൻ്റെ നിക്കാഹ്. എല്ലാവർക്കും അറിയേണ്ടത് ആരാണ്? പുതിയാപ്പിളാണ്. ഫാത്തിമാനെ കെട്ടാൻ വേണ്ടി പല പ്രമുഖന്മാരായ സഹാബാക്കളും ആഗ്രഹം വെച്ചിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് തുറന്ന് പറയുക? ആരാ പറയുക? സുബാദങ്ങളോട് ആർക്കും പോയി പറയണ്ടേ? ആർക്കാ ധൈര്യം? അതുകൊണ്ട് ഫാത്തിമാനെ കെട്ടുന്നത് ആരാണെന്ന് അറിയാൻ സഹാബാക്കൾക്ക്, അബൂബക്കർ സിദ്ദീഖിനെ പോലെയുള്ള മഹാന്മാർക്ക് ആഗ്രഹമുണ്ട്. അവരൊക്കെയാണ് പങ്കെടുത്തിരിക്കുന്നത്. എൻ്റെ മോളെ കെട്ടുന്നത് എൻ്റെ മൂത്താപ്പ അബൂ താലിബിൻ്റെ മകൻ അലിയുബിൻ അബീ താലിബ്. അല്ലാഹു അക്ബർ. 5-ാമത്തെ വയസ്സ് മുതൽ അഷ്റഫുൽ ഖൽഖിനോടൊപ്പം ഖദീജ ബീവിയുടെ വീട്ടിൽ താമസിക്കുകയായിരുന്നു
അലീനെ സ്വന്തമായിട്ടൊരു വീടില്ല, സ്വന്തമായിട്ടൊരു ജോലിയുമില്ല. റസൂലുള്ള എന്തെങ്കിലും പറഞ്ഞാൽ ആ ജോലി പൂർത്തിയാക്കലാണ് അലീൻ്റെ ജോലി. പള്ളിയിലാണ് കിടക്കൊക്കെ അടുത്ത ഉറക്കം. പള്ളി എന്ന് പറഞ്ഞാൽ കോൺക്രീറ്റിൻ്റെ ബിൽഡിംഗ് അല്ല, പൂഴി. ഒരു ദിവസം നോക്കുമ്പോൾ പള്ളിൻ്റെ മൂലക്ക് മുസ്ലിം നബിയുടെ മൂലയിൽ ചെരിഞ്ഞ് കിടക്കുന്നു അലി. റസൂലുള്ളാഹി തങ്ങൾ സ്നേഹത്തോടെ വിളിച്ചു, യാ അബാ തുറാബ്, ഓ മണ്ണിൻ്റെ ബാപ്പ. മണ്ണിൽ കിടക്കുന്നുണ്ട്. അതാണ് അലി റഹ്മത്തുൽ ആലമീൻ്റെ പുതിയാപ്പള അല്ലേ. അഷ്റഫുൽ ഖൽഖ് നിക്കാഹിൻ്റെ ഖുത്ബ നിർവഹിച്ചു. എന്താ നിക്കാഹിൻ്റെ ഖുത്ബ? പ്രസംഗമോ? 50,000 ആളെയും വിളിച്ചിട്ട് പന്തലും കെട്ടിയിട്ട് മൗലവിനെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് പ്രസംഗിപ്പിക്കാൻ നിങ്ങൾ ആരെ പഠിപ്പിച്ചതാ? ദൈവത്തിൻ്റെ പ്രസംഗമോ? ഏത് ദൈവത്തിൻ്റെ പ്രസംഗം? അങ്ങനെയാണെങ്കിൽ അഷ്റഫുൽ ഖൽഖല്ലേ ആ ചാൻസ് ഉപയോഗപ്പെടുത്തേണ്ടത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കിസ്റ ചക്രവർത്തിയായിട്ട് നല്ല പരിചയമല്ലേ? എഴുത്തുകുത്തുകൾ നടക്കാറില്ലേ? എന്തേ ഫാത്തിമാൻ്റെ കല്യാണത്തിന് കിസ്റ ചക്രവർത്തിയെ വിളിച്ചില്ല? മുക്കൗക്കിസ് രാജാവുമായിട്ട് നല്ല ബന്ധമല്ലേ അഷ്റഫുൽ ഖൽഖിന്? എന്തേ മുക്കൗക്കിസിനൊരു കത്ത് കൊടുത്ത് കിട്ടില്ല? എൻ്റെ മോളെ കല്യാണം ഉണ്ട്, വരണം മദീനത്തേക്ക് എന്ന് പറഞ്ഞിട്ട്. കൈസർ ചക്രവർത്തിയായിട്ട് നല്ല ബന്ധമല്ലേ അഷ്റഫുൽ ഖൽഖിന്? അതേപോലെ തന്നെ ഈജിപ്തിൻ്റെ മേലാധികാരി ക്രൈസ്തവ പോപ്പുമാരുമായിട്ട് നല്ല ബന്ധമല്ലേ അഷ്റഫുൽ ഖൽഖിന്? വിളിക്കാമായിരുന്നില്ലേ? മദീനയിൽ ഔസ് ഖസ്റജ് ഗോത്രക്കാർ പ്രമുഖ ഗോത്രക്കാരല്ലേ? അഷ്റഫുൽ ഖൽഖിന് അഭയം നൽകിയത് ഔസ് ഖസ്റജ് ഗോത്രക്കാരല്ലേ? ആ ഗോത്രത്തലവന്മാരെ വിളിക്കാമായിരുന്നില്ല അഷ്റഫുൽ ഖൽഖിൻ്റെ ഫാത്തിമാൻ്റെ കല്യാണത്തിന്? ജൂതഗോത്രങ്ങളുമായിട്ട് സന്ധിയിലല്ലേ? ബനു നദീർ, ബനു ഖൈനുഖായ്, ബനു ഖുസൈമ ഗോത്രക്കാരില്ലേ മദീനത്ത്? അവരെ പ്രസിഡന്റിനും സെക്രട്ടറിനും ഒക്കെ ഒന്ന് വിളിക്കാമായിരുന്നില്ല റസൂലുള്ളാഹി തങ്ങൾക്ക്? മറ്റൊരു ദൈവത്വ പ്രസംഗം കാച്ചാമായിരുന്നില്ലേ? മറ്റൊരു ദൈവത്വ പ്രസംഗം കാച്ചാമായിരുന്നില്ലേ? ദായിയല്ലേ അഷ്റഫുൽ ഖൽഖ്? ഉമ്മത്തിന് ദൈവത്വം എടുക്കാൻ വേണ്ടിയുള്ളേ. എന്തേ ഫാത്തിമാൻ്റെ കല്യാണത്തിന് ഒരു ചായ സൽക്കാരം ഉണ്ടാക്കി? കിസ്ര രാജാവ് മുതൽ, കൈസർ രാജാവ് മുതൽ, ഹിർക്കൽ ചക്രവർത്തി മുതൽ, യസ്ദുജ് മുതൽ, മുഖൗഖുസി മുതൽ, ഔസ് മുതൽ, ഖസ്റജ് മുതൽ, ബനു ഖൈനുഖാ, ബനു നദീർ മുതൽ, ഖുറൈശ് മുതൽ, മക്കത്തെ ഖുറൈശി നേതാക്കന്മാർ മുതൽ സകലരെയും വിളിച്ചു കൂട്ടി, ഒരു ആയിരക്കണക്കിന് ആളെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു ഹംദും പറഞ്ഞ് ഒരു പ്രസംഗം നടത്തിയ പോലെ എന്ന് തൗഹീദിൻ്റെ പ്രസംഗം എന്തേ ചെയ്തില്ല? അങ്ങനെ ഒരു സംവിധാനം വിവാഹത്തിലില്ല എന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കാൻ നമ്മളെന്താ ചെയ്തത്? മക്കളെ കല്യാണം വന്നിട്ട് ലക്ഷങ്ങൾ മുടക്കിയിട്ട് ഹാളുണ്ടാക്കി, 5ഉം 10ഉം ഐറ്റംസ് ഭക്ഷണം ഉണ്ടാക്കി, നാട്ടിലുള്ള മുഴുവൻ രാഷ്ട്രീയക്കാരെയും ഭരണാധികാരികളെയും സമ്പന്നന്മാരെയും പ്രമുഖന്മാരെയും, അവിടെ പിന്നെ RSSും വിഷയമല്ല, BJP വിഷയമല്ല, ഒരു കുതിരയും വിഷയമല്ല, എല്ലാവരെയും പിടിച്ച് അതിക്കൽ കൂട്ടിക്കൊണ്ടുവന്നിട്ട് ഭക്ഷണം കൊടുത്തു. എല്ലാം കഴിഞ്ഞ് പിറ്റാന്നല്ല ജൂതൻ്റെ സകല ഏർപ്പാടുകൾ, ഡാൻസ് വേറെ, കൂത്ത് വേറെ, പാട്ട് കച്ചേരി വേറെ, കഥാപ്രസംഗം വേറെ, ആമ്പിള്ളറെ കച്ചേരി വേറെ, പെമ്പിള്ളറെ കച്ചേരി വേറെ, എല്ലാം കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ നിക്കാഹിൻ്റെ അന്ന് കഴുത്തിന് ഓണോനും കെട്ടിയിട്ട് മൗലവി വരും അൽഹംദുലില്ലാ എന്ന് പറഞ്ഞിട്ട് പ്രസംഗം നടത്താൻ. അങ്ങനെ സവ്വൈതുക വഅൻഅതുക, ബൂർഷ്വാ മുതലാളിൻ്റെ മംഗലം അൽ ഫാത്തിഹ അല്ലേ? ജൂതൻ ജയിച്ചു, നാം തോറ്റു. എന്നിട്ട് നാം പ്രസംഗിക്കുന്നു ജൂതനെതിരായിട്ട്. ഒക്ടോബർ 7-ന് ശേഷമല്ലേ ജൂതനോട് വെറുപ്പ് വരാൻ തുടങ്ങിയത്? അതേ അഹ്ലുസുന്ന 1000 കൊല്ലത്തോളം ജൂതനോടുള്ള വെറുപ്പിൽ കഴിഞ്ഞുകൂടുകയാണ്. അവൻ്റെ ഒരു സംസ്കാരവും വീട്ടിൻ്റെ അടുക്കളയിൽ കയറ്റാതെ. ഈ പറയുന്ന ഇസ്ലാം പാർട്ടിക്കാർ സകല തോന്നിയവാസികളും വീട്ടിൻ്റെ ഉള്ളിൽ കയറ്റിയില്ലേ ജൂതൻ്റെ? നിങ്ങൾക്ക് എപ്പോഴാണ് വെറുപ്പ് വന്നത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അപ്പോൾ ഒരാൾ ചോദിച്ചത്, ഒരു വലിയ പുരുഷൻ ചോദിച്ചത്, നമുക്ക് വലിയ കുടുംബമുണ്ട് പോലും, വലിയ ബന്ധങ്ങൾ, ബിസിനസ് ബന്ധങ്ങൾ, അതേപോലെ തന്നെ വലിയ വ്യാപാര ബന്ധങ്ങൾ, അതേപോലെ തന്നെ വലിയ കുടുംബ ബന്ധങ്ങൾ, അതുകൊണ്ട് കുറച്ച് ആളെ വിളിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഓ ശരി, അഷ്റഫുൽ ഖൽഖ് ആഫ്രിക്കയിൽ നിന്ന് വെള്ളപ്പൊക്കത്തിൽ ഒലിച്ചു വന്നത്. റസൂലുള്ളാഹി തങ്ങൾക്ക് കുടുംബമില്ല, ബന്ധമില്ല, ഒന്നുമില്ല. ഏതോ ഒരു ആഫ്രിക്കക്കാരൻ, അതിലേതോ അടിമപ്പെണ്ണിനെ കെട്ടിയിട്ടുണ്ടായ മോള് ഫാത്തിമ അല്ലേ? ധൈര്യമുണ്ടോ നിങ്ങൾക്ക് അഷ്റഫുൽ ഖൽഖിനെ പറ്റി ഇങ്ങനെ പറയാൻ? അതേ, നിങ്ങളുടെ ജൂതവെറുപ്പ് രാഷ്ട്രീയമാണെന്നും നിങ്ങളെ സംഘടനാ വലിപ്പത്തിന് വേണ്ടിയുള്ളതാണെന്നും സ്നേഹമുള്ള ചെറുപ്പക്കാരൻ്റെ മനസ്സിലേക്ക് തീവ്രത കുത്തിക്കയറ്റിയിട്ട് നിങ്ങളെ പാർട്ടിയിൽ മെമ്പറെ കൂട്ടാനാണെന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. നിങ്ങൾക്ക് ജൂതനോടല്ല വെറുപ്പ്, ജൂതൻ്റെ സംസ്കാരത്തോടുള്ള വെറുപ്പ്. നിങ്ങൾക്ക് ആവശ്യം അവരെ ഉപയോഗിച്ച് നിങ്ങളുടെ പാർട്ടിയെയും നിങ്ങളെ സംഘടനയെയും വളർത്തല, അത് വ്യക്തമാണ്. നടത്തിക്കോ, പക്ഷേ ഇസ്ലാമിൻ്റെ പേരിലാവരുത്. ദീനുൽ ഇസ്ലാമിൻ്റെ പേരിൽ ദീനുൽ ഇസ്ലാം മാത്രം. അല്ല പറഞ്ഞത്, അള്ളാന്റെ റസൂല് പറഞ്ഞത് സഹാബാക്കൾക്ക് മനസ്സിലായ രീതി അനുസരിച്ച്.
അതവിടെ ദീൻ. നിങ്ങൾ തോന്നിയ വശത്തിന് ദീനിനെ കൂട്ടുപിടിക്കേണ്ടിയില്ല. നിങ്ങൾക്ക് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാൻ, നിങ്ങളെ ബിസിനസ് വർദ്ധിപ്പിക്കാൻ, നിങ്ങളെ പത്രങ്ങൾ വിറ്റഴിയാൻ, നിങ്ങളെ ചാനലുകളിൽ വ്യൂസ് കൂടാൻ ദീനുൽ ഇസ്ലാമിനെ കൊണ്ടുണ്ടാകും. കടുത്ത മറുപടി പറയേണ്ടി വരും അല്ലാഹുവിനോട് ഈ ദുനിയാവിൽ തന്നെ. ഇന്നലെ സൂചിപ്പിച്ചതുപോലെ ജൂതൻ ഉണ്ടാക്കി തന്നതല്ലേ ബഫേ സംസ്കാരം അല്ലേ? ഡോക്ടർ ബഫേ ജൂതനായിരുന്നില്ലേ? ഡോക്ടർ ബഫേ ജൂതനായിരുന്നില്ലേ? ഒരു ശാസ്ത്രജ്ഞനായിരുന്നു ഡോക്ടർ ബഫേ. ഡോക്ടർ ബഫേന്റെ മകളെ കല്യാണം വന്നു. 10,000-കണക്കിന് ശിഷ്യന്മാരുണ്ട് ഡോക്ടർ ബഫേക്ക്. അദ്ദേഹം ജൂതനാണ്. ശിഷ്യന്മാര് പറഞ്ഞു, മകളെ കല്യാണം നമുക്ക് കെങ്കേമമായിട്ട് നടത്തണം. ജൂതനായ ഡോക്ടർ ബഫേ പറഞ്ഞു, പറ്റൂല, എൻ്റെ ഈ കുടിലിൽ കൊള്ളുന്ന മാത്രം കല്യാണം, വേറൊരു കല്യാണത്തിന് ഞാനില്ല. ശിഷ്യന്മാർ പറഞ്ഞു പറ്റൂല, സ്റ്റുഡൻസ് പറഞ്ഞു പറ്റൂല, കെങ്കേമായിട്ട് നടത്തണം, ഞങ്ങളെല്ലാവരും വരും. എന്താണ് ജൂതനായ ഡോക്ടർ ബഫേ പറഞ്ഞത്? പന്തലും കെട്ടൂല, ഒരു പറയൂല, എൻ്റെ ഈ കുടിലിൽ മാത്രം, അതിൽ നിങ്ങൾക്ക് എങ്ങനെ വേണ്ടത് ചെയ്തോളൂ. അപ്പോൾ നമ്മൾക്കൊരു കാര്യം ചെയ്യാം, ഭക്ഷണം ഉണ്ടാക്കി ഒരിടത്ത് കൂട്ടാം, വന്നാളെ എടുത്തിട്ട് തിന്നോളൂ, നമ്മളൊരു സൗകര്യം ഉണ്ടാക്കണ്ട. അങ്ങനെ ഡോക്ടർ ബഫേ തൻ്റെ മകളെ കല്യാണത്തിന് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വീട്ടിൻ്റെ മൂലയിൽ ഒരുമിച്ച് കൂട്ടി. വന്നാൾ കോരിയിട്ട് തിന്നൽ. ഇതിന് വന്യമൃഗ സംസ്കാരം എന്നാ പറയുക, സൂ സംസ്കാരം, കാട്ടുപന്നികളെ സംസ്കാരം അല്ലേ? കാഴ്ചബംഗൾ അവർ സിംഹത്തിനും നെരിക്കൊക്കെ ഭക്ഷണം ഇട്ട് കൊടുക്കുന്ന വിട്ടിട്ടില്ലേ? ഇറച്ചി കളിച്ചിട്ട് കൂട്ടിനുള്ളിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ സിംഹങ്ങളെല്ലാം കടുവകളെല്ലാം കൂടി വന്നിട്ട് കടിച്ച് പറിച്ചെടുക്കും. കിട്ടിയത് കൊണ്ടുപോയി ഓരോ മൂലക്ക് പോയിട്ട് തിന്നും. ഇതല്ലേ ബഫേ സംസ്കാരം? കൂട്ടിയെടുക്കുന്ന കോരിയിട്ട് മൂലക്ക് തിന്ന ഇവിടുത്തെ കോടീശ്വരനായ പണക്കാരനായ മുസ്ലിം വരെ ചെയ്തത് ബഫേ സംസ്കാരമല്ലേ? ജൂതന്റെ സംസ്കാരമല്ലേ? അഷ്റഫുൽ ഹക്കും സഹാബാക്കളും പഠിപ്പിച്ച സംസ്കാരമായിരുന്നു അത്. ജൂതന്റെ ഈ തോന്നിയവാസം നടപ്പിലാക്കാൻ എന്തെല്ലാം ന്യായങ്ങളാണ് ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞുണ്ടാക്കിയത്, ഈ ഇസ്ലാം പാർട്ടിക്കാരടക്കം. ഇന്നും ബഫേ ഇന്ന് സാധസാധല്ലേ നിങ്ങളെ മംഗലാപുരത്തടക്കം അല്ലേ? തയ്യാറുണ്ടോ തിരുത്താൻ? ജൂതനോടുള്ള വെറുപ്പുകൊണ്ട് അഹ്ലുസുന്നയുടെ ഉലമാക്കൾ അതും തിരുത്തി. ഞാൻ ചോദിക്കട്ടെ, ഇസ്ലാമിന്റെ ശത്രുക്കളോട് നിങ്ങൾക്ക് എന്ത് വെറുപ്പാണുള്ളത്? സകല തോന്നിയവാസങ്ങളും വീട്ടിൻ്റെ ഉള്ളിൽ എത്തിച്ചില്ലേ? പെൺകുട്ടികളെ കൊണ്ടുള്ള ഡ്രസ്സ്, ജൂതം പഠിപ്പിച്ച ഡ്രസ്സല്ലേ പെൺകുട്ടികൾ ധരിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ? ആണിനെയും പെണ്ണിനും ഒന്നിച്ച് പഠിപ്പിച്ചത് ജൂതനായിരുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ദീനുൽ ഇസ്ലാമിന്റെ സംസ്കാരമാണോ അത് ആമ്പുളറും പെമ്പുളറും ഒന്നിച്ച് പഠിക്കല്? പ്രായപൂർത്തിയെത്തിയ ഈ സംസ്കാരം ജൂതം പഠിപ്പിച്ചതല്ലേ? ഒന്നിന് പിറകെ ഒന്നായിട്ട് ജൂതനെ പിൻപറ്റിയില്ലേ ഈ സമുദായം? അതിന്റെ ദുരന്തമല്ലേ മംഗലാപുരം തൊട്ട് ഫലസ്തീൻ വരെയുള്ള മുസ്ലിംകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നിഷേധിക്കാൻ കഴിയുന്നത് ഏത് വിഷയത്തിലാണ് ജൂതന്റെ സംസ്കാരമില്ല? വീടുണ്ടാക്കുന്ന സമയത്ത് പ്ലാൻ ഉണ്ടാക്കുന്നവരെ ജൂതം പറഞ്ഞതുപോലെയല്ലേ? അതായത് വരാന്തിയിൽ നിന്ന് നോക്കിയാൽ അടുക്കളയിൽ നിന്ന് പെണ്ണുങ്ങൾ ഭക്ഷണം ഉണ്ടാക്കുന്നത് കാണാം. അതല്ലേ ഇന്നത്തെ വീട്ടിന്റെ പ്ലാൻ? വീട്ടിന്റെ പ്ലാൻ എങ്ങനെയല്ലേ ഉണ്ടാക്കല്? വലിയ ഇസ്ലാമിക പ്രവർത്തകനാണ്, ഹാജിയാരാണ്, വലിയ തങ്ങളാണ്, ഒക്കെയാണ്. പക്ഷെ മുറ്റത്ത് നിന്ന് നോക്കിയാൽ പെണ്ണുങ്ങൾ അടുക്കളയിൽ നിന്ന് ഭക്ഷണം ഉണ്ടാക്കുന്നത് നന്നായിട്ട് കാണാം. ആ രീതിയിലല്ല ഇപ്പം വീട്ടിന്റെ പ്ലാൻ. അതായിരുന്നു അഷ്റഫുൽ ഖൽഖ് പഠിപ്പിച്ച പ്ലാൻ. എന്താണ് അല്ലാഹു തആല പറഞ്ഞത്? ഫൈദാ സഅൽതുമുഹുന്ന ഫസ്അലുഹുന്ന മിൻ വറാഇ ഹിജാബ്. പെണ്ണുങ്ങളോട് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ ആവശ്യപ്പെടുമ്പോൾ മറയുടെ പിറകിൽ മാത്രമേ ആവാവൂ എന്ന് അള്ളാഹ് പറഞ്ഞതല്ലേ? അത് ഏത് പെണ്ണുങ്ങളെ പറ്റിയാ? ആകാശത്ത് വന്ന പെണ്ണുങ്ങളെ പറ്റിയാ? ചാണിന് ചാണായി ഇഞ്ചിനിഞ്ചായി ജൂതനെ പിന്തുണന്നൊരുക്കിയല്ലേ ഇസ്ലാമിക പ്രബോധകന്മാര് വരെ? എല്ലാ വിഷയം, ആൺകുട്ടികളുടെ കാര്യത്തിൽ, പെൺകുട്ടികളുടെ കാര്യത്തിൽ, പെണ്ണുങ്ങളുടെ കാര്യത്തിൽ, ഭാര്യമാരുടെ കാര്യത്തിൽ, ഭർത്താക്കന്മാരുടെ കാര്യത്തിൽ, കല്യാണത്തിന്റെ കാര്യത്തിൽ, സൽക്കാരങ്ങളുടെ കാര്യത്തിൽ, മുഴുവൻ കാര്യങ്ങളിലും ജൂതനെ ഇഞ്ചിഞ്ചായിട്ട് തുടരുകയാണ് ഇന്നും ഈ സമുദായം. ഇസ്ലാമിക പ്രസ്ഥാനം എന്ന പേരും പറഞ്ഞിട്ട് ആയിരക്കണക്കിന് സംഘടനകൾ ലോകത്തുണ്ട്. അഹ്ലുൽ ഇൽമിനെ പിൻപറ്റാൻ നാം തയ്യാറല്ല, അഹ്ലുസ് സലഫിനെ പിൻപറ്റാൻ നാം തയ്യാറല്ല. വേണം കൂട്ടരെ ഒരു തിരുത്തൽ, തീർച്ചയായിട്ടും വേണം ഒരു തിരുത്തൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ തജ്അലു ബുയൂതകും ഖുബൂറ. നിങ്ങളെ വീട് ഖബറുകളാക്കരുത്. നിങ്ങളെ വീട്ടിൽ ദീനിയായ കാര്യങ്ങളാണ് നടക്കേണ്ടത്. സുന്നത്ത് നിസ്കാരം, ഖുർആൻ പാരായണം, ദിക്ർ തസ്ബീഹാത്തുകൾ, അത് കണ്ടിട്ട് വേണം മക്കൾ വളരാൻ. അത് കണ്ടിട്ടും കേട്ടിട്ടും വേണം മക്കൾ വളരാൻ. വലാ തജ്അലു ഖബരി ഈദാ.
രണ്ടാമത് പറഞ്ഞു റസൂലുള്ളാഹി തങ്ങൾ, എൻ്റെ ഖബർ നിങ്ങൾ ഉറൂസ് പറമ്പാക്കരുത്. ലാ തജ്അലു ഖബരി ഈദ, എൻ്റെ ഖബർ നിങ്ങൾ ഉത്സവ പറമ്പാക്കരുത്. അല്ലേ? ആയിരത്തോളം കൊല്ലം ഇറാഖ് ഭരിച്ചുകൊണ്ടിരുന്ന ഷീഈ ഭരണാധികാരികൾ മദീന മുനവ്വറയെ ഉറൂസ് പറമ്പാക്കി മാറ്റിയില്ലേ? അഷ്റഫുൽ ഖൽഖിന്റെ ഖബറിനെ ദർഗയിലെ ഉറൂസാക്കി മാറ്റിയില്ലേ? ചരിത്രത്തിൽ ആദ്യമായി ജൂതന്റെ നേതൃത്വത്തിൽ അഷ്റഫുൽ ഖൽഖിന്റെ ഖബറല്ലേ ഉറൂസാക്കി മാറ്റിയത്? കോടിക്കണക്കിന് റുപ്യ വില വരുന്ന മാല, സ്വർണത്തിന്റെയും ഗോമേതകത്തിന്റെയും കൽക്കറിന്റെയും മാലയല്ലേ ഇറാഖിലെ സുൽത്താൻമാർ അഷ്റഫുൽ ഖൽഖിന്റെ ഖബറും പുറത്തു കൊണ്ടുവന്നിട്ടുണ്ടിരുന്നത്? അല്ലേ? ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹിന്റെ ദഅവത്ത് ആൽ സഊദ് ഏറ്റെടുക്കുകയും രണ്ടാം ലോക മഹായുദ്ധത്തോടുകൂടി ഹിജാസ് തുർക്കികളുടെ കയ്യിൽ നിന്ന് ആൽ സഊദിന്റെ കയ്യിലേക്ക് വരികയും ചെയ്തപ്പോൾ പരിശുദ്ധമായ അഷ്റഫുൽ ഖൽഖിന്റെ ഖബർ വാതിൽ തുറന്നിട്ട് ഉള്ളിൽ കയറിയപ്പോൾ കണ്ടത് കിൻഡൽ കണക്കിന് സ്വർണത്തിന്റെയും മുത്തിന്റെയും മാലകളാണ്. അവരത് ഖജനാവിലേക്ക് മാറ്റി, കംപ്ലീറ്റ് ബൈത്തുൽ മാലിലേക്ക് മാറ്റി. അതിനെപ്പറ്റിയാണ് ഇവിടുത്തെ ഷീഈ മൊല്ലന്മാർ പറയുന്നത് വഹാബികൾ മദീന കൊള്ളയടിച്ചു. അതിനെപ്പറ്റിയാണ് പറയുന്നത്. വഹാബികൾ മദീന കൊള്ളയടിച്ചിട്ട് സ്വർണ്ണം എല്ലാം കെട്ടുകൊണ്ടുപോയി. അതിനെ പറ്റി വിട്, ഷിയാക്കളെ വിട്. നമുക്ക് സലഫികളുടെ കാര്യം മാത്രം സംസാരിക്കാം. ഷിയാക്കൾ അതിനുള്ളതാണ്. അവർ ജൂതന്റെ സന്തതിയാണ്. ജൂതന്റെ ജോലി മുഴുവനും ചെയ്യൽ ഇവരെ ജോലിയാണ്. എൻ്റെ ഖബർ നിങ്ങൾ ഉറൂസ് പറമ്പാക്കരുത്. ഈദ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആവർത്തിച്ച് വരുന്ന ആഘോഷത്തിനാണ് ഈദ്. അങ്ങനെയാണ് പെരുന്നാളിന് ഈദ് വന്നത്. പേര് ഈദുൽ ഫിത്തർ, ഈദുൽ അദ്ഹ. ആവർത്തിച്ച് വരുന്ന ആഘോഷത്തിനാണ് ഈദ് എന്ന് പറയുന്നത്. നിങ്ങളെൻ്റെ ഖബറിൻ്റെ അടുത്ത് ആവർത്തിച്ച് വരരുത് എന്ന് വെച്ചാൽ അഷ്റഫുൽ ഖൽഖിന്റെ ഖബർ ലക്ഷ്യം വെച്ചുകൊണ്ട് മാസത്തിലൊരിക്കുക, 6 മാസം കൂടുമ്പോൾ ഒരിക്കുക, അല്ലെങ്കിൽ വർഷത്തിലൊരിക്കുക, ദിവസത്തിലൊരിക്കുക അഷ്റഫുൽ ഖൽഖിന്റെ ഖബർ ലക്ഷ്യം വെച്ചുകൊണ്ട് പോകുന്ന പ്രശ്നമേ മുഅ്മിനീങ്ങൾക്കില്ല, അഹ്ലു സുന്നത്തിക്കില്ല. അത് ശിയാക്കളെ ജോലിയാണ്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് ലാ തജ്അലു ഖബരി ഈദ, എൻ്റെ ഖബർ നിങ്ങൾ ഉത്സവമാക്കരുത്. അതുകൊണ്ടാണ് കൂട്ടരെ അഷ്റഫുൽ ഖൽഖായ മുത്തിന്റെ ഖബർ ഷരീഫ് ആയിഷ ബീബിന്റെ വീട്ടിലേക്ക് എത്തിയത്. അള്ളാന്റെ സംവിധാനമാണത്. ഹബീബായ മുത്ത് വഫാത്തായി. റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിൽ, ആയിഷയുടെ വീട്ടിൽ വഫാത്തായി കിടക്കുകയാണ്. ശേഷക്രിയകളൊക്കെ ആയിഷ ബീബി ചെയ്തിട്ടുണ്ട്. സഹാബാക്കളെല്ലാം മാനസികമായി തകർന്ന് തരിപ്പണമായി. ഉമർ റളിയല്ലാഹു തആല അൻഹു എന്തൊക്കെയോ പറയാൻ തുടങ്ങി. അള്ളാഹുവിന് ബോധം കെട്ടു വീണു. അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു തആല അൻഹു മിമ്പറിൽ ചാടി കയറിയിട്ട് എല്ലാവരും വിളിച്ചു കൂട്ടി. എന്നിട്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് അല്ലാഹു തആല ചെയ്ത പ്രസംഗം ഇന്നും പ്രസക്തമാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മസ്ജിദ് നബവിയിലെ മിമ്പറിൽ കയറിയുന്നതുകൊണ്ട് ഉമറോട് അടങ്ങിയിരിക്കാൻ വേണ്ടി പറഞ്ഞു. പക്ഷേ വഫാത്തായി എന്ന് അംഗീകരിക്കാൻ ഉമർ തയ്യാറല്ല. റളിയല്ലാഹു അൻഹു ഭാര്യമാരെല്ലാം വാടി തളർന്ന് കിടക്കുകയാണ്. അഷ്റഫുൽ ഖൽഖിന്റെ പ്രിയപ്പെട്ട മകൾ ഫാത്തിമ എല്ലാം നഷ്ടപ്പെട്ട് കിടക്കുകയാണ്. സഹിക്കാൻ പറ്റൂല ഫാത്തിമാക്ക്. ആ കത്യാണിയേറ്റ ബാപ്പ മാത്രമാണുള്ളത്. ചോദിച്ചു ഫാത്തിമ, ബാദാ അലാ മൻ ശമ്മ തുർബത അഹ്മദി അല്ലാ യശമ്മ മദ സമാൻ വവാലിയ സുബ്ബത് അലയ്യ മസായിബു ലൗ അന്നഹാ സുബ്ബത് അലൽ അയ്യാമി ഉദ്ന ലയാലിയ. എനിക്കിന്ന് വന്നിരിക്കുന്ന ഈ മുസീബത്തെങ്ങാനും പകലിൻ്റെ മേൽ ചൊരിഞ്ഞാൽ അത് പെട്ടെന്ന് രാത്രിയായി പോയുമായിരുന്നു. ഫാത്തിമ പാടി. ആർക്കാ ഫാത്തിമാനോട് സ്നേഹം? ആർക്കാ സ്നേഹം? ലക്ഷക്കണക്കിന് ആൾക്കാരെ വിളിച്ചു കൂട്ടിയിട്ട് കല്യാണം നടത്തി 5-10 ഐറ്റംസ് ഭക്ഷണം കഴിച്ച് ഏമ്പക്കം വിട്ട് തിരിച്ചു പോകുന്ന കല്യാണക്കാരായി ഉമ്മത്തിന് അഷ്റഫുൽ ഖൽഖിന്റെ മോൾ ഫാത്തിമാനോട് സ്നേഹം. സ്വന്തം മോളെ ലക്ഷക്കണക്കിന് റുപ്യ വില വരുന്ന ഉടയാടകൾ അണിയിച്ച് ജൂതന്റെ സംസ്കാരം അണിച്ച് കല്യാണം നടത്തുന്ന സമയത്ത് ആ ഹാളിൽ ആ കല്യാണ മണ്ഡപത്തിൽ വന്നിരിക്കുമ്പോൾ ഓർക്കാമായിരുന്നില്ലേ പ്രിയപ്പെട്ട അഷ്റഫുൽ ഖൽഖിന്റെ മോള് ഫാത്തിമാനെ? ഓർക്കാമായിരുന്നില്ലേ? ഹബീബിന്റെ 2 ആൺകുട്ടികൾ, 2 പേരക്കുട്ടികൾ ഓർക്കാമായിരുന്നില്ലേ? ഓർത്തോ? നമ്മൾ ബംഗ്ലാവിൽ കിടന്ന് സുഖിക്കുകയായിരുന്നില്ല കല്യാണത്തിന്റെ പേരും പറഞ്ഞിട്ട്? ഒരു ഭാഗത്ത് ഡാൻസ് വേറെ, ഒരു ഭാഗത്ത് പാട്ട് വേറെ, ഒരു ഭാഗത്ത് കൂത്ത് വേറെ, ആണ് വേറെ, പെണ്ണ് വേറെ, രാഷ്ട്രീയക്കാർ വേറെ, ഭരണാധികാരികൾ വേറെ, സമ്പന്നന്മാർ വേറെ, ടാറ്റ വേറെ, ബിർള വേറെ.
നടത്തിക്കോ. കല്യാണം എന്നത് സുന്നത്താണ്. അന്നിക്കാഹു മിൻ സുന്നത്തി. കല്യാണം എന്നത് എൻ്റെ സുന്നത്താണ്. അത് നിങ്ങൾ ജൂതൻ്റെ സംസ്കാരം ഒരു കാരണത്താൽ ഉണ്ടാക്കാൻ പറ്റുകയില്ല. ധൈര്യമുണ്ട് കൂട്ടരേക്ക് നിങ്ങളോട് പറയാൻ, നിങ്ങളോടിത് പറയാൻ ധൈര്യമുണ്ട്. 10 ആൺകുട്ടികളെയും കെട്ടിച്ചിട്ടുണ്ട്, 5 പെൺകുട്ടികളെയും കെട്ടിച്ചിട്ടുണ്ട്. അന്ന് അഷ്റഫുൽ ഖൽക്ക് എന്താണോ ചെയ്തത് അതേപോലെ ചൊയലി അബ്ദുള്ള മൗലവി. നിങ്ങൾക്ക് ഇന്നലെയല്ലേ ജൂതനോട് വെറുപ്പ് വരാൻ തുടങ്ങിയത്? ബുദ്ധി പറ്റ കാലം മുതലേ ജൂതനോടുള്ള വെറുപ്പില്ല സംസ്കാരത്തെ കുഴിച്ചുകൂടി ജീവിച്ചെടുക്കുന്നതാണ് ഞാൻ ഇന്നും. മനുഷ്യന്റെ രക്തം കുടിച്ച് വീർക്കുന്ന യൂട്യൂബ് പിശാചുക്കൾക്കും അതേപോലെ തന്നെ സംഘടനാ പിശാചുക്കൾക്കൊക്കെ എന്നും പറയും അതാണ് ദുനിയാവ്. തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയുള്ള വൻ സ്രാവുകളെ വിളിച്ചാൽ നാട്ടിലെ കാറ് വെക്കാൻ സ്ഥലമുണ്ടാവില്ല. അത്രമാത്രം കൂട്ടുകാരുണ്ട്. അള്ളാന്റെ തൗഫീഖോടെ 25 ആളിൽ കൂടുതലായിട്ട് ഒരു കല്യാണത്തിന് ഞാൻ കൂട്ടിയിട്ടില്ല. എനിക്ക് അഷ്റഫുൽ ഖൽക്കിനോടാണ് ഇഷ്ടം, അഷ്റഫുൽ ഖൽക്കിൻ്റെ മോള് ഫാത്തിമാനോട്. അത് നിർബന്ധമായി ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തീവ്രമായി അത് കാര്യം ചെയ്യാനാണ് ഞാൻ കുത്തുബകളിൽ. നിങ്ങൾക്ക് ആദർശം സമ്പത്തിന് ബിസിനസ്സായിരിക്കും, എനിക്ക് ആദർശം ആഖിറത്തിൽ അള്ളാഹുവിനെ കണ്ടുമുട്ടാനാണ്. ഇത് പരമാവധി ഉപയോഗിച്ചിട്ടുണ്ട് ജീവിതത്തിൻ്റെ അങ്ങോളം ഇങ്ങോളം. അവസാനത്തെ മോൻ്റെ കല്യാണം നടന്നത് 6 മാസം മുമ്പാണ്. 18 ആളാണ് ഉണ്ടായത്. ഞാനും എൻ്റെ ആൺകുട്ടികളും പേരക്കുട്ടികളും മാത്രം. എന്താ കാര്യം? അഷ്റഫുൽ ഖൽക്കിൻ്റെ മോളെ കല്യാണം എങ്ങനെയായിരുന്നു. അതുകൊണ്ട് നിങ്ങൾ പക്ഷെ എന്നെ ഭ്രാന്തൻ എന്ന് പറഞ്ഞേക്കാം. അതാണ് എനിക്കിഷ്ടം. ആ ഭ്രാന്ത് ബുദ്ധിയില്ലാത്തതുകൊണ്ടാന്ന് പറഞ്ഞേക്കാം. ആ ബുദ്ധിയില്ലായ്മയാണ് എനിക്കിഷ്ടം. അങ്ങനെ ജീവിച്ച് മരിക്കാൻ ആഗ്രഹിക്കുന്നു. അതങ്ങനെ പറയാൻ ഉദ്ദേശിച്ച കാര്യമല്ല. പക്ഷേ ഒക്ടോബർ 7 ശേഷമുള്ള നിങ്ങളെ ജൂതൻ്റെ വെറുപ്പ് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു പോയതാണ്. രാഷ്ട്രീയ വെറുപ്പ്, പൊളിറ്റിക്കൽ ജിഹാദിൻ്റെ വെറുപ്പ്. ഇസ്ലാമിക് ജിഹാദിൻ്റെ വെറുപ്പാണോ അതോ പൊളിറ്റിക്കൽ ജിഹാദിൻ്റെ വെറുപ്പാണോ? അസ്റുൽ ബന്ന മുതൽ യൂസുഫുൽ ഖർദാവി വരെയും ഖുമൈനി മുതൽ മൗദൂദി വരെയും ദീനുൽ ഇസ്ലാമിനെ കൊന്ന് കുഴിച്ചു മൂടിയില്ലേ? അഹ്ലുസുന്നയെ ഇസ്ലാമിൻ്റെ കളത്തിന് പുറത്താക്കി പൊളിറ്റിക്കൽ ജിഹാദുകാർ വെലസേലെ ദുനിയാവിൽ അങ്ങേത്തല മുതൽ ഇങ്ങേത്തല വരെ മിൻ മശാരിഖിൽ ഔനില മഗാരിബിഹ, കിഴക്കേ അറ്റം മുതൽ പടിഞ്ഞാറേ അറ്റം വരെ വെലസയല്ലേ? വേണം 24 മണിക്കൂർ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിലുള്ളത് ഏതിലൊക്കെ അഷ്റഫുൽ ഖൽക്കിന്റെ സുന്നത്തുണ്ട്, ഏതിലൊക്കെ ജൂതന്റെ സുന്നത്തുണ്ട് എന്ന് തിരിച്ചറിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ പറഞ്ഞു, വലാകിൻ സല്ലു അലയ്യ ഫഇന്ന സ്വലാത്തക്കും തബ്ലുഗുനി. നിങ്ങൾ എനിക്ക് വേണ്ടി സ്വലാത്ത് ചൊല്ലിക്കോളിൻ, നിങ്ങൾ ഭൂമിയിൽ എവിടെ വെച്ചാണെങ്കിലും ആ സലാത്ത് എനിക്ക് അള്ളാഹു എത്തിച്ചു തരും എന്ന് പറഞ്ഞു റസൂലുള്ളാഹി. 3-ാമത്തെ വാക്ക്, ലാ തജ്അലു ബുയൂതക്കും ഖുബൂറ വലാ തജ്അലു ഖബരി ഈദ വലാകിൻ സല്ലു അലയ്യ ഹൈസുമാ കുന്തും. നിങ്ങൾ ഭൂമിയിൽ എവിടെയാണെങ്കിലും എനിക്ക് വേണ്ടി സ്വലാത്തും സലാമും ചൊല്ലിക്കോളി. എൻ്റെ അടുക്കൽ മലക്ക് വരും, എൻ്റെ റൂഹിനെ എൻ്റെ ശരീരത്തിലേക്ക് മടക്കും, എൻ്റെ റൂഹിനെ എൻ്റെ ശരീരത്തിലേക്ക് മടക്കും. എന്നിട്ട് എന്നോട് പറയും, നിങ്ങൾക്ക് വേണ്ടി ഇന്നാളെ മകൻ ഇന്നാൾ സലാം പറഞ്ഞിട്ടുണ്ട് എന്ന്. ഫഅഖൂലു വഅലൈഹിസ്സലാം വറഹ്മത്തുള്ളാഹ്. ആ സമയത്ത് ഞാൻ സലാം മടക്കും. ആയിരിക്കുന്നറിയോ? ഇന്ന് ഭൂമിയിൽ ജീവിക്കുന്ന മേത്തന്മാരിൽ 2% സെൽഫിയുടെ സലാമ് മാത്രം, അഹ്ലുസുന്നയുടെ സലാമ് മാത്രം. വല്ലാഹി, ജാറങ്ങളെ കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹയെ ബാത്തിലാക്കിയ, തരീഖത്തുകളെ കൊണ്ട് മുഹമ്മദ് റസൂലയെ ബാത്തിലാക്കിയ ജൂതന്റെ അനുയായികളുടെ സലാം അഷ്റഫുൽ ഖൽക്കിന്റെ അടുക്കൽ എത്തുന്ന പ്രശ്നമില്ല. അത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ വിഷയമാണ്. മുവഹ്ഹിദുകളുടെ സലാമിന് മാത്രമേ അവിടെ സ്ഥാനമുള്ളൂ. എന്തുകൊണ്ട്? സലാമ് നേരിട്ട് ചുമര് തുറന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് പോവുകയല്ല. ആ മദീനത്ത് കാണുന്ന ബഹളം കണ്ടാൽ വിചാരിക്കും ഈ ചുമര് തുറന്നിട്ട് മിസൈല് പോകാൻ പോലെ പോകും സലാമ്. അടുത്ത ബഹളം കണ്ടാൽ സലാം പറയുന്ന ബഹള കണ്ടിട്ടില്ലേ? മദീനത്ത് സലാം പറയുന്ന ബഹളം
ഇപ്പൊ നമ്മളെല്ലാം ചിലപ്പോൾ അപകടത്തിൽ പെട്ടിട്ടുണ്ടാകുമായിരിക്കാം. ഇല്ല, അള്ളാഹിനടുത്ത് എത്തും. എന്നിട്ട് ചെല്ലാൻ പറഞ്ഞ നമ്മൾ യോഗ്യരാണോ എന്ന് അള്ളാഹു താലാക്ക് ബോധ്യപ്പെടണം. എന്നിട്ട് അവിടെ ഒപ്പിട്ടിട്ട് വേണം ആ സലാം അശബുലൊക്കെ എത്താൻ. എങ്കിൽ ആരുടെ സലാമായിരിക്കും അശബുലൊക്കെ എത്തുക? ലക്ഷം സലാത്ത്, കോടി സലാത്ത് വാട്സപ്പ് മുഖേന, മീഡിയ മുഖേന അള്ളാഹു റസൂലിന്റെ കാവലിന് ആളുണ്ട്. ഇവിടുത്തെ താലൂക്ക് സെക്രട്ടറി SYSന്റെ സെക്രട്ടറിക്ക് വിട്ടുകൊടുത്താൽ മതി. താലൂക്ക് സെക്രട്ടറി ജില്ലാ സെക്രട്ടറിക്ക് കൊടുക്കും, ജില്ലാ സെക്രട്ടറി സ്റ്റേറ്റ് സെക്രട്ടറിക്ക് കൊടുക്കും. അങ്ങനെ സ്റ്റേറ്റ് സെക്രട്ടറി യോഗം കൂടി 1 കോടി സലാത്തായി കഴിഞ്ഞാൽ മദീനത്ത് കാവലിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരെയോ ഒരാളെ പിടിച്ചിരുത്തിയിട്ടുണ്ടല്ലോ അവിടെ, അവർക്ക് അയച്ചു കൊടുക്കും. അങ്ങനെ റസൂലുള്ളാഹി തങ്ങളുടെ മൊബൈലിലേക്ക് അത് ഇത് ചെയ്യും, ഫോർവേഡ് ചെയ്യും. ഇതല്ലേ ഈ ജൂതന്റെ ധനി ഏജന്റുമാരുടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കള്ളത്തരം അല്ലേ? എല്ലാവരും ജൂതന്റെ ഗണിയിലാണ്. വർത്താനം പറയുമ്പോൾ ജൂതനെതിരും, രാഷ്ട്രീയ എതിര്, പൊളിറ്റിക്കൽ എതിര്, സംഘടനയിൽ ആളെ കൂട്ടാൻ, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വോട്ട് കൂട്ടാൻ അനുഭവിച്ചേ പറ്റൂ ഈ ഉമ്മത്ത്. മംഗലാപുരം തൊട്ട് ഫലസ്തീൻ വരെ. അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾക്ക് ഞാനും എൻ്റെ റസൂലും എൻ്റെ ദീനും അല്ല, നിങ്ങൾക്ക് നിങ്ങളുടെ ദുനിയാവ്, നിങ്ങളെ പത്രാസൊക്കെയാണ് നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ, അതിനുവേണ്ടിയാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ, അതിൻ്റെ ശത്രുക്കളാണ് നിങ്ങളെ ശത്രുക്കളായി കാണുന്നതെങ്കിൽ, അതിൻ്റെ എതിരാളികളാണ് നിങ്ങൾ എതിരാളിയായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഫതറബ്ബസു, കാത്തിരുന്നു കൊള്ളുക. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, നിങ്ങളൊക്കെ ഉള്ളാളത്തുള്ള മാന്യന്മാരാണെന്ന് എനിക്കറിയാം, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുന്നവരാണെന്ന് എനിക്കറിയാം. 1925 ശ്രദ്ധാനന്ദ സ്വാമികൾ ശുദ്ധിപ്രസ്ഥാനം ഉണ്ടാക്കിയത് ഇന്ത്യയിൽ. 25 അത് മറ്റു മതത്തിലുള്ളവരെ വെള്ളത്തിന് മുക്കി ശുദ്ധിയാക്കിയിട്ട് ഹിന്ദു ആക്കുക, ഇതാണ് ശുദ്ധിപ്രസ്ഥാനം. പ്രത്യേകിച്ചിട്ട് മുസ്ലിമീങ്ങളെ, ക്രിസ്ത്യാനികളെ. ആ ശുദ്ധിപ്രസ്ഥാനമാണ് 1947 RSS ആയിട്ട് രൂപപ്പെടുന്നത്. രാഷ്ട്രീയ സ്വയം സേവക് സംഘമായിട്ട് രൂപപ്പെടുന്ന ശുദ്ധിപ്രസ്ഥാനമാണ്. കുറച്ചും കൂടി രാഷ്ട്രീയവൽക്കരിച്ചു. അങ്ങനെയാണ് മുസ്ലിമീങ്ങളെ ഹിന്ദുവാക്കുക എന്ന ശുദ്ധിപ്രസ്ഥാനക്കാരുടെ തത്വം അവർ സ്വീകരിച്ചത്. 1947 മുതൽ ഇന്ത്യ രാജ്യം സ്വതന്ത്രമായി. കൃത്യമായൊരു ഭരണഘടന ഇന്ത്യക്കുണ്ടായി. ആ ഭരണഘടനയിൽ വ്യക്തി സ്വാതന്ത്ര്യവും മതസ്വാതന്ത്ര്യവും വകവെച്ചു കൊടുത്തു. വ്യക്തികൾക്ക്, അതെ, തെരഞ്ഞെടുപ്പിലൂടെ ജയിക്കുന്ന MP-മാർ ഡൽഹിയിലെത്തിയാൽ അവരുടെ ജോലി എന്താണ്? ഇന്ത്യയിലെ 130 കോടി മനുഷ്യരെ സ്വർഗത്തിലേക്ക് അയക്കുന്ന ജോലി ഇന്ത്യൻ ഭരണകൂടത്തിനില്ല. ഭരണഘടന അനുസരിച്ച് നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുന്ന ജോലിയും ഇന്ത്യൻ ഭരണഘടനയിലില്ല. ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന 130 കോടി ജനങ്ങളുടെ ആവശ്യങ്ങൾ പൂർത്തിയാക്കാനുള്ള വസ്തുക്കളെ സംഘടിപ്പിച്ച് സപ്ലൈ ചെയ്യുന്ന ജോലി മാത്രമാണ് ഭരണകൂടത്തിനുള്ളത് ഇന്ത്യയിൽ, ഭരണഘടന അനുസരിച്ച്. എൻ്റെ ഭാഷയിൽ പറഞ്ഞ 3 ജോലി: ജനങ്ങളെ വയറ് നിറച്ചും തീറ്റിക്കുക, കക്കൂസ് നിറച്ചും ഡാഷ് പായ്വെച്ച് കടത്തി ഉറക്കുക. 1-ാമത്തെ കൊല്ലം തീറ്റിക്കൽ, 2-ാമത്തെ കൊല്ലം നാടൻ ഭാഷയിൽ പറഞ്ഞ തൂറിക്കൽ, 3-ാമത്തെ കൊല്ലം കിടത്തി ഉറക്കൽ. പിന്നെ 2 കൊല്ലം ബാക്കിയുണ്ട് 5 കൊല്ലത്തിൽ. ആ 2 കൊല്ലം കിട്ടുന്നത് മുഴുവനും ഭരണകൂടം കൊള്ളയടിക്കൽ. ഇതല്ലേ വിദ്യാലയത്തിൻ്റെ 5 കൊല്ലത്തെ ഭരണത്തിൻ്റെ രീതി അല്ലേ? ഭരണഘടനയനുസരിച്ച് വ്യക്തി സ്വാതന്ത്ര്യത്തിന് വിലയുണ്ട്, മതസ്വാതന്ത്ര്യത്തിന് വിലയുണ്ട്. അതുകൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടനയിൽ ആഖിറത്തെ പറ്റി ആദർശപരമായ കാര്യങ്ങൾ നിങ്ങൾ വ്യക്തിപരമായി ചിന്തിച്ചു കൊള്ളണം. ആദർശപരമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്, മതപരമായ കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് വ്യക്തി സ്വാതന്ത്ര്യമുണ്ട്. അതിൽ ഗവൺമെന്റ് ഇടപെടുന്ന പ്രശ്നമില്ല, ഗവൺമെന്റ് അതിനുവേണ്ടി പൈസ ചെലവാക്കുന്ന പ്രശ്നമില്ല. ഇന്ത്യ തികച്ചും ഒരു സോഷ്യലിസ്റ്റ് സെക്യുലറിസ്റ്റ് രാഷ്ട്രമാണ്. ഈ ഭരണഘടന ഉപയോഗിച്ചുകൊണ്ട് RSSകാർ ഹിന്ദു പ്രചരണം തുടങ്ങി ഇന്ത്യ രാജ്യത്ത്. കോടിക്കണക്കിന് ഡോളർ ചെലവഴിച്ചുകൊണ്ടാണ് അവർ പ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2014ലേക്ക് 75 കൊല്ലം, 24ലേക്ക് 75 കൊല്ലമായി അവർ മതപ്രബോധനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ രാജ്യത്ത് RSSകാർ. കൊന്നും കൊല്ലിച്ചും തോന്നിവാസങ്ങൾ ചെയ്തും ആക്രമിച്ചും പൈസ കൊടുത്തും മതത്തിലേക്ക് ആളെ കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് RSSകാർ. നിഷേധിക്കുന്നില്ല, തീർച്ചയായിട്ടും അത് തന്നെയാണ് അവരുടെ ജോലി. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഒരു ലളിതമായ ചോദ്യം.
1947 മുതൽ അല്ലെങ്കിൽ 50 മുതൽ ഈ 2014 വരെ 2024 വരെ 75 കൊല്ലത്തിൻ്റെ ഇടയിൽ RSSകാരുടെ ഹിന്ദുമത പ്രചരണത്തിൻ്റെ ബൗദ്ധികത, അതിൻ്റെ ശാസ്ത്രീയത പരിഗണിച്ച് ഇന്ത്യ രാജ്യത്തിൽ നിന്ന് ഏതെങ്കിലും ഒരു മുസ്ലിം ബുദ്ധിജീവി ഇസ്ലാമിനേക്കാൾ എനിക്ക് രക്ഷപ്പെടാൻ നല്ലത് ഹിന്ദുമതമാണ് എന്ന് വിശ്വസിച്ചിട്ട് ഹിന്ദുമതത്തിലേക്ക് കൺവെർട്ട് ചെയ്ത ഒരാളെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ സാധിക്കുമോ? കാണിച്ചതാണ്. ഞാനിത് ചോദിക്കാൻ തുടങ്ങിയിട്ട് 30 കൊല്ലമായി, 40 കൊല്ലമായി. ഒരാളെയെങ്കിലും കാണിച്ചു തരാൻ പറ്റുമോ? RSSന്റെ കാരണത്താൽ ഇന്നാള് ഇസ്ലാമിനേക്കാൾ പ്രബുദ്ധം ഹിന്ദുമതമാണ്, ഇസ്ലാമിനേക്കാൾ ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഹിന്ദുമതമാണ്, ഇസ്ലാമിനേക്കാൾ ഭൂമിയിൽ രക്ഷപ്പെടാൻ ഹിന്ദുമതമാണ്, ആദർശപരമായി ഹിന്ദുമതമാണ് എന്ന് ചിന്തിച്ചിട്ട് ഒരാളെങ്കിലും ഇസ്ലാമിൽ നിന്ന് കൺവെർട്ട് ചെയ്ത് ഹിന്ദുമതത്തിലേക്ക് കൊണ്ടുപോകാൻ RSSകാർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ കാണിച്ചു തരണം. നൂറുകണക്കിന് ആൾക്കാരെ കൊന്നിട്ടുണ്ട് അവർ, കുറേ വീടുകൾ കൊള്ളയടിച്ചിട്ടുണ്ട്. അതെ, സൂറത്ത് തൗബയിൽ 11 കാര്യത്തിൽ ആദ്യത്തെ 8 കാര്യത്തിൻ്റെ ശത്രുക്കൾ അവരാണ്. ബാപ്പാൻ്റെ കൊലയാളികൾ, മക്കളെ കൊലയാളികൾ, കച്ചവടത്തിൻ്റെ കൊലയാളികൾ, ബിസിനസ്സിൻ്റെ കുറേ കൊലയാളികൾ, ഇതിലൊക്കെ അവർ മുന്നിലാണ്. മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലി. 3 കാര്യം അത് ഹിന്ദുമതത്തിലാണ് ഏറ്റവും കാര്യമുള്ളതെന്ന് ചിന്തിച്ചിട്ട് ഇസ്ലാം മതത്തിൽ നിന്ന് അതിലേക്ക് കൺവെർട്ട് ചെയ്തു പോയ ഒരാളെയെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? കാണിച്ചു തരാൻ പറ്റുമോ? കേരളത്തിൽ നിന്ന് അബ്ദുറഹ്മാൻ ഹാജി രാമസിംഹനായി എറണാട് താലൂക്കിൽ മലപ്പുറം ജില്ലയിൽ രാമസിംഹമായി 3-ാമത്തെ ദിവസം അയാള് ആഖിറത്തിലേക്ക് അയച്ച് എല്ലാവരും കൂടി. അത് വേറെ കാര്യം. മദ്രാസ് ഹൈക്കോടതിയിൽ കേസ് നടന്നു. 300 ചില്ലുന്ന ആൾക്കാരെ വിചാരണ ചെയ്തു. 300 ആളും പറഞ്ഞു ഞങ്ങളാ വന്നത്. കേസ് വെറുതെ വിട്ടു. അബ്ദുറഹ്മാൻ ഹാജി രാമസിംഹമായത് RSSകാരൻ പ്രബോധനം ചെയ്ത ഹിന്ദുമതത്തിന് പ്രസക്തിയൊന്നും ചിന്തിച്ചിട്ടല്ല. നമ്പൂതിരി പെണ്ണിൻ്റെ തൊലിയുടെ നിറവും അവളെ പത്തായത്തിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന സ്വർണത്തിൻ്റെ കുക്കം കണ്ടിട്ട് പോയതാ, ആദർശം നോക്കിയിട്ട് പോയതല്ല. അതേസമയം ആപേക്ഷികമാണ് വിഷയം. എത്രത്തോളം നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് എനിക്കറിയില്ല. എന്നാലും അതൊരു അമാനത്തായിട്ട് ഞാൻ പറയുകയാണ്. അത് മരിച്ചുപോയാൽ അതൊരു ഭാരമാവും. കമ്മ്യൂണിസം 1953 കമ്മ്യൂണിസം ഇന്ത്യയിലേക്ക് കടന്നു വന്നത്. മിസ്റ്റർ മാക്സിന്റെ ദാസ് ക്യാപിറ്റലുമായിട്ട് കടന്നു വന്ന കമ്മ്യൂണിസത്തിന് തരീഖയായി നിശ്ചയിച്ചത് സോഷ്യലിസം. 1953 കമ്മ്യൂണിസം ഇന്ത്യയിലേക്ക് കടന്നു വന്നപ്പോൾ കേരളവും പശ്ചിമ ബംഗാളും ത്രിപുരയും അത് ഏറ്റെടുത്തു ഇല്ലേ? 1953 ശേഷം 1990 മിസ്റ്റർ ഗോർബച്ചോവ് കമ്മ്യൂണിസം പിരിച്ചുവിട്ടു, റഷ്യ പിരിച്ചുവിട്ടു, സോവിയറ്റ് റഷ്യ. കമ്മ്യൂണിസം ഇല്ലാത്തൊരു രാജ്യമായി. 1990 വരെ 53 മുതൽ 90 വരെ റൗണ്ട് ഫിഗർ 50 മുതൽ 90 വരെ 40 കൊല്ലം. ആ 40 കൊല്ലത്തിൻ്റെ ഇടയിൽ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് കമ്മ്യൂണിസത്തിൻ്റെ പേരിൽ യുക്തിവാദികളും നിരീശ്വരവാദികളുമായിട്ട് ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങൾ ചത്തൊടുങ്ങിയില്ലേ? ഞാൻ തെളിവ് തരാം. കേരളത്തിൽ നിന്നടക്കം നിരീശ്വരവാദികളായിട്ട് കമ്മ്യൂണിസത്തിൻ്റെ പേരിൽ ചത്തൊടുങ്ങിയില്ലേ മുസ്ലിം ചെറുപ്പക്കാർ? ഇപ്പം ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയല്ലേ കമ്മ്യൂണിസത്തിൻ്റെ പേരിൽ. ആരാണ് ഇസ്ലാമിൻ്റെ ശത്രു? ഫാസിസ്റ്റുകളാണോ കമ്മ്യൂണിസ്റ്റുകളാണോ? തിരിച്ചറിയാൻ ഇനിയും സമയമെടുക്കും. ഫാസിസ്റ്റുകൾ ഖുർആൻ സൂറത്തുൽ തൗബയിൽ പറഞ്ഞ 8 കൂട്ടം കാര്യങ്ങളുടെ ശത്രുക്കളാണ്. ഒന്നും നഷ്ടപ്പെടാനില്ല. RSSകാരൻ കൊന്ന ഒരു മുസ്ലിം നേരെ സ്വർഗത്തിലേക്കാണ് പോകുക. കമ്മ്യൂണിസ്റ്റുകാരൻ സ്നേഹിച്ചവൻ നരകത്തിലേക്കുമാണ് പോകുക. ഫാസിസ്റ്റുകളുടെ വെറുപ്പും കമ്മ്യൂണിസ്റ്റുകളുടെ സ്നേഹവും തിരിച്ചറിയാൻ ഈ ഉമ്മത്തിന് കഴിയണം. ഇനിയെങ്കിലും സാധിക്കൂല. കാരണം സംഘടനകളും പ്രസ്ഥാനങ്ങളും രാഷ്ട്രീയവുമാണ് ഈ ഉമ്മത്തിന് ആകത്തുക, ആദർശമല്ല. അതുകൊണ്ട് സംഘടനയെയും രാഷ്ട്രീയത്തെയും സ്വന്തമാക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറുള്ളൊരു സമൂഹത്തിന് ഞാനിത് പറഞ്ഞത് മനസ്സിലായിക്കൊള്ളണമെന്നില്ല. രാഷ്ട്രീയം വേറെ. ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് സംഘടിപ്പിക്കപ്പെട്ട രജിസ്റ്റർ ചെയ്യപ്പെട്ട രാഷ്ട്രീയക്കാർക്ക് അതിൻ്റെതായ ജോലികളുണ്ട്. അവർ ചെയ്തിട്ട് ജോലി. മുസ്ലിം ലീഗിനെ പോലെ, SDP-ക്കാരെ പോലെ, പിന്നെ ഏതാണ്ട് പാർട്ടിക്കാരെ പോലെ. പക്ഷെ ഇസ്ലാം പാർട്ടിക്കാർ രാഷ്ട്രീയം വെച്ചുകൊണ്ട് ഇസ്ലാമിനെ കൊല്ലുകയാണ്.
തിരിച്ചറിവ് ആവശ്യമാണ്. നിങ്ങൾക്ക് ശ്രദ്ധ പെട്ടെന്ന് മനസ്സിലായിക്കോളൂ. എന്നാലും ഇപ്പോൾ കാലം അങ്ങനെയല്ലല്ലോ. എല്ലാവർക്കും ഇച്ചിരിയൊക്കെ ചരിത്ര പഠനങ്ങളും ലോകത്തിൻ്റെ വാർത്തകളൊക്കെ അറിയുന്നവരാണല്ലോ. താരതമ്യപ്പെടുത്താൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. എനിക്കറിയാം, നാളെ തന്നെ നിങ്ങൾക്ക് പറയാം ഇയാൾ RSS കൂട്ടുകാരനാണ് അല്ലേ. പ്രത്യേകിച്ചിട്ട് കമ്മ്യൂണിസ്റ്റുകാർക്ക്, ഇടതുപക്ഷ ചിന്താഗതിക്കാർക്ക് നാളെ തന്നെ യൂട്യൂബിൽ അയക്കാം, RSSന്റെ മെമ്പർഷിപ്പ് എടുത്ത് ചോലി അബ്ദുള്ള മൗലവി, അങ്ങനെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. തിരിച്ചറിയണം, അതാണ് ഇസ്ലാം. അറിവല്ല ഇസ്ലാം, തിരിച്ചറിവാണ് ഇസ്ലാം. അറിവിനല്ല പ്രസക്തി, തിരിച്ചറിവിനാണ് പ്രസക്തി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്തായതിനു ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിമ്പറിൽ കയറി നിന്നുകൊണ്ട് പറഞ്ഞു, ഉമറിനോട് പറഞ്ഞു അടങ്ങിയിരിക്കാൻ, എല്ലാവരും അടുത്തിരിക്കാൻ. ഹംദും സലാത്തും പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്തോതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റസൂൽ. മുഹമ്മദ് ഒരു പ്രവാചകൻ മാത്രമാണ്. ഇതിനു മുമ്പ് പല പ്രവാചകന്മാരും ജീവിച്ചു മരിച്ചു പോയിട്ടുണ്ട്. നിങ്ങൾ എന്താണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത്? രണ്ടാമത്തെ ആയത്തോതി, ഇന്നക മയ്യിത്തുൻ ഫഇന്നഹും മയ്യിത്തൂൻ. ഓ മുഹമ്മദ്, നിങ്ങൾ മരിക്കേണ്ട ആളാണ്, നിങ്ങൾ മയ്യിത്താകേണ്ട ആളാണ്. ഫഇന്നഹും മയ്യിത്തൂൻ, നിങ്ങളെ പൂർവികന്മാരെല്ലാം മരിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ആയത്ത് റളിയല്ലാഹു അൻഹു ഒന്ന് എഴുന്നേറ്റ് ഇരുന്നിട്ട് കണ്ണുടച്ചിട്ട് പറഞ്ഞെന്താണെന്നറിയോ? അങ്ങനെ ഒരു ആയത്ത് ഖുർആനുള്ളത് ഇപ്പോഴാണ് ഞാൻ ശരിക്കും കേൾക്കുന്നത്. ബോധത്തിൽ കിട്ടി. ഉടൻ തന്നെ അബൂബക്കർ സിദ്ദീഖ് അവിടുന്ന് പറഞ്ഞു, മൻ കാന യഅബുദു മുഹമ്മദൻ ഫഇന്നഹു ഖദ് മാത് വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നഹു ഹയ്യുൻ ലാ യമൂത്. നിങ്ങൾ ആരെങ്കിലും മുഹമ്മദ് നബിനെ കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് വിശ്വസിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ പ്രശ്നത്തിൽ ഇടപെടുന്നത് മുഹമ്മദ് നബിയാണെന്നും നിങ്ങളെ കാര്യങ്ങളൊക്കെ നടത്തിത്തരുന്നത് മുഹമ്മദ് നബിയാണെന്നും അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാനുള്ളത് മുഹമ്മദ് നബിക്ക് വേണ്ടിയാണ് നിങ്ങൾ ചെയ്തതെങ്കിൽ അറിഞ്ഞുകൊള്ളുക, ആ മുഹമ്മദ് മരിച്ചിരിക്കുകയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വമൻ കാന യഅബുദുല്ലാഹ ഫഇന്നഹു ഹയ്യുൻ ലാ യമൂത്. മറിച്ച് അള്ളാഹിനോടാണ് നിങ്ങൾക്ക് ബന്ധമെങ്കിൽ, അള്ളാഹുമായിട്ടാണ് നിങ്ങൾക്ക് പ്രശ്നമെങ്കിൽ, നിങ്ങളെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെടുന്നത് അള്ളാഹുവാണ് നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ മുറുകെ പിടിച്ചോളിൽ, അയാൾ ഒരിക്കലും മരിക്കുകയില്ല, എന്നും ജീവിച്ചിരിക്കുന്നവനാണ്. അതോടുകൂടി സഹാബാക്കൾക്കൊക്കെ ബോധം തിരിച്ചു. ഈ ബോധം തിരിച്ചു കിട്ടിയ അവരെയും കൂട്ടിയിട്ട് ബനു സഈദ ഗോത്രക്കാരുടെ ഓഡിറ്റോറിയത്തിലേക്ക് പോയി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ശൂറ കൂടാൻ. കാരണം ഹബീബ് വഫാത്തായിരിക്കുകയാണ്. ശേഷക്രിയകൾ എങ്ങനെ ചെയ്യണം, ആര് ചെയ്യണം എന്നൊക്കെ ആലോചിക്കണം. പക്ഷെ അതിനൊരു നേതൃത്വം വേണം. അപ്പോൾ ആര് വേണം? ഒരു അമീർ വേണം, ഒരു നായകൻ വേണം. ആദ്യത്തെ ജോലി നായകനെ തിരഞ്ഞെടുക്കലാണ്. ബനു സഈദ ഗോത്രക്കാരുടെ ഓഡിറ്റോറിയത്തിൽ കൂടിയ യോഗം തിങ്കളാഴ്ച രാത്രി വരെ കൂടി ഒരു തീരുമാനമായില്ല. ചൊവ്വാഴ്ചയും കൂടി. ഒരഭിപ്രായത്തിൽ ചൊവ്വാഴ്ച വൈകുന്നേരമാണ് തീരുമാനമാകുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖലീഫയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഉടൻ തന്നെ അബൂബക്കർ സിദ്ദീഖ് പേരപ്പെട്ട സഹാബാക്കളെ മസ്ജിദുൽ നബവിയിൽ വിളിച്ചുകൂട്ടി ആദ്യത്തെ ശൂറ, ആദ്യത്തെ യോഗം. ആ യോഗത്തിൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രസംഗിച്ചു, ഹബീബായ മുത്ത് വഫാത്തായിരിക്കുകയാണ്, എത്രയും പെട്ടെന്ന് നമുക്ക് ഖബറടക്കണം. റസൂലുള്ളാഹി തങ്ങളെ ആര് കുളിപ്പിക്കണമെന്ന് നേരത്തെ തീരുമാനമായതാണ്. അഹ്ലു ബൈത്ത് കുളിപ്പിക്കണം. റസൂലുള്ളാഹി തങ്ങളുടെ കുടുംബം, അബ്ബാസിന്റെയും അലിയിന്റെയും കുടുംബം. രണ്ടാമത്തെ കഫൻ തുണി ഏത് വേണം, അത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഖബർ എവിടെ വേണമെന്നുള്ള കാര്യം നബി തങ്ങൾ പറഞ്ഞിട്ടില്ല. അവിടെ തീരുമാനം പറയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനാസ, മുബാറക്കായ ജനാസ എവിടെയാണ് അടക്കം ചെയ്യേണ്ടത് എന്ന് അബൂബക്കർ സിദ്ദീഖ് ചോദിച്ചപ്പോൾ സാധാരണക്കാരായ അടുത്ത കാലത്ത് ഇസ്ലാമിലേക്ക് വന്ന യങ് സഹാബാക്കൾ പലരും പറഞ്ഞു, നമുക്ക് മസ്ജിദുൽ നബവിയുടെ ഒരു മൂലയിൽ നമുക്ക് അടക്കാം, എന്നേ ഹബീബിനെ എപ്പോഴും നമുക്ക് സലാം പറഞ്ഞുകൊണ്ടിരിക്കാലോ, ഹബീബിനെ എപ്പോഴും നമുക്ക് കണ്ടുകൊണ്ടിരിക്കാലോ എന്ന്. അത് കേട്ടു. ഏതാണ്ട് ഒരു മധ്യവയസ്കരായ സഹാബാക്കളോട് ചോദിച്ചു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അവരെ അഭിപ്രായം പറഞ്ഞു, അഷ്റഫുൽ ഖൽഖ് നമുക്ക് നിശ്ചയിച്ചു തന്ന ഖബർസ്ഥാനാണല്ലോ ബഖീഉൽ ഖർഖദ്, മദീനയിലെ പൊതു ഖബർസ്ഥാൻ. അവിടെ മനോഹരമായ ഒരു സ്ഥലത്ത് നമുക്ക് ഖബറടക്കാം. അപ്പോൾ നിബിധങ്ങൾ നിശ്ചയിച്ചു തന്ന മഖ്ബറയിൽ തന്നെ ആയില്ലേ, ഖബർസ്ഥാനിൽ തന്നെ ആയില്ലേ? അതും കേട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു,
റസൂലുള്ളാഹി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഏതൊരു പ്രവാചകൻ ഏത് മണ്ണിൽ കിടന്നിട്ടാണോ മരിച്ചത് മണ്ണിന് അവകാശപ്പെട്ടതാണ് ആ പ്രവാചകന്റെ ശരീരം എന്ന് റസൂലുള്ളാഹി ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പേരപ്പെട്ട വയസ്സുള്ള സഹബാക്കൾ പലരും ഞങ്ങളും കേട്ടിട്ടുണ്ട്, അപ്പോൾ മുത്തവാത്തിറായ രീതിയിൽ തീരുമാനമായി അഷ്റഫുൽ ഖൽഖിന്റെ മെയ്യം ആയിഷാന്റെ വീട്ടിൽ അടക്കണമെന്ന്. ഇല്ലേ? അങ്ങനല്ലേ ഹബീബായ മുത്തിന്റെ മെയ്യം ആയിഷാന്റെ വീട്ടിലേക്ക് എത്തിയത്? ആയിഷാന്റെ വീട് പൊതു ഖബർസ്ഥാനാണോ? പ്രൈവറ്റ് പ്രോപ്പർട്ടി അല്ലേ? ആയിഷാക്ക് ഭർത്താവ് ബാപ്പ ഉണ്ടാക്കി കൊടുത്ത വീടല്ലേ? ആയിഷാന്റെ സ്വസ്ഥല്ലേ അത്? ഒരു റൂമിൽ അഷ്റഫുൽ ഖൽഖായ മുത്തിന്റെ ഖബർ, മറ്റേ റൂമിലാണ് ആയിഷ ബീവി കിടക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് അല്ലാഹുവിന്റെ ബാപ്പ മരിച്ചപ്പോൾ ആ ഖബറിന്റെ അടുത്ത് തന്നെ വെച്ചു. ഉമർ അല്ലാഹുവിന്റെ മരിച്ചപ്പോഴും അടുത്ത് തന്നെ വെച്ചു. ഞങ്ങൾ മദീനയിലായിരിക്കുന്ന സമയം സഹിക്കൂല ജൂതന്മാരെ, ആധുനിക ജൂതന്മാർ, ഇസ്ലാമിന്റെ ഉള്ളകത്തുള്ള മുഹമ്മദീ ശരീഅത്തിനെ കൊള്ളയടിച്ച ജൂതന്മാരായ ശിയാക്കൾ. അവരജ്ജിന് വന്നു കഴിഞ്ഞാൽ അഷ്റഫുൽ ഖൽഖിന് സലാം പറയാൻ വേണ്ടി പോകും. എൻ്റെ ഇടയ്ക്ക് പോലീസ് പിടിച്ചു കുറച്ച് ആൾക്കാരെ. റസൂലുള്ളാഹിക്ക് സലാം പറഞ്ഞു. തൊട്ടപ്പുറത്ത് അബൂബക്കർ സിദ്ദീഖിന്റെയും ഉമർ ഫാറൂഖിന്റെ അടുത്ത് തുപ്പിയവരെ പിടിച്ചു പോലീസ്, സൗദി പോലീസ്. ഇതാണ് ഷിയാക്കൾ, ഇറാനിയൻ ഷിയാക്കൾ, കടുത്ത ജൂതന്മാർ, അപകടകാരികളായ ജൂതന്മാർ. മുജാഹിദീങ്ങളിൽ ചിലർ പോലും പറയുന്നു, ഉസ്താദേ ഇപ്പം തന്നെ പറയരുത്, പിന്നെ എപ്പോഴാണോടോ പറയുക, ഇപ്പം പറയരുത് എന്നുവെച്ചാൽ ഇപ്പം നിബിധങ്ങളെ അള്ളാഹു റസൂലി മാറ്റി വെച്ചിട്ട് തൽക്കാലം നമ്മുടെ രാഷ്ട്രീയത്തിന് 10 കാശൊപ്പിക്കണം ജൂതന്റെ പേരിൽ. ജൂതനെ പറയാൻ പറ്റില്ല അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായതിനു ശേഷം 59 കൊല്ലം ജീവിച്ചു ആയിഷത്തു സിദ്ദീഖ. 50 കൊല്ലം ആ വീട്ടിലാണ് ജീവിച്ചത്. അപ്പുറത്ത് റസൂലുള്ളാഹി തങ്ങളും അബൂബക്കർ സിദ്ദീഖും റളിയല്ലാഹു അൻഹു ഖബർ ഒരു മുറി, രണ്ടാമത്തെ മുറി ആയിഷത്തു സിദ്ദീഖ താമസിക്കുന്ന മുറി. ഈ 59 കൊല്ലം ആയിഷത്തു സിദ്ദീഖന്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി റസൂലുള്ളാഹി തങ്ങൾക്ക് സലാത്ത് ചെല്ലാൻ ഏത് പുരുഷനാണ് കൂട്ടരെ ധൈര്യം വരിക? ആയിഷാന്റെ സംഭവം ചുരുക്കാൻ പറ്റുമോ? ഖബറുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എന്തെല്ലാം തോന്നിവാസങ്ങൾ ഈ മൊല്ലമാര് പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്. 59 കൊല്ലം പ്രൈവറ്റ് പ്രോപ്പർട്ടി കിടക്കുകയായിരുന്നില്ലേ അത്? ആയിഷത്തു സിദ്ദീഖ വഫാത്തായതിനു ശേഷവും അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി തന്നെയല്ലേ? ഇപ്പോഴും അത് പ്രൈവറ്റ് പ്രോപ്പർട്ടി തന്നെയല്ലേ? പള്ളിയാണോ? വഖഫ് ഭൂമിയാണോ? അത് ആയിഷത്തു സിദ്ദീഖിന്റെ തറവാട് സ്വത്തല്ലേ അത്? അവിടെ പോയിട്ട് ഉറൂസ് നടത്താൻ ആരെ കൊണ്ട് പറ്റും? അതാണ് കുളമാക്കിയത് ജൂതന്റെ സപ്പോർട്ടോടുകൂടി ഷീഈ ഭരണകൂടങ്ങൾ. അമവി ഭരണകൂടത്തിന്റെ പകുതി, അബ്ബാസി ഭരണകൂടം, ഫാത്തിമി ഭരണകൂടം, തുർക്കിയിലെ ഉസ്മാനി ഭരണകൂടം, കംപ്ലീറ്റ് ഷീഈയത്തിന്റെ പാറാവുകാർ, ജീർണിച്ച സംസ്കാരത്തിന്റെ ആൾക്കാർ, അഹ്ലുസുന്നയെ കൊന്ന് ഷീഈയത്തിന് നാടുണ്ട് വിട്ടുകൊടുക്കാൻ വേണ്ടി തയ്യാറായവർ, തുർക്കി മുതൽ അങ്ങോട്ട് സിറിയ വരെ. അവരെല്ലാം കൂടിയിട്ടല്ലേ അഷ്റഫുൽ ഖൽഖിന്റെ ഖബർ കൊളാക്കിയത്. അല്ലാഹു തആല അതിൽ നിന്ന് മോചിപ്പിച്ച ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാന്റെ നേതൃത്വത്തിൽ ആലു സൗദിന് ഖുർആനും ഹദീസും മനസ്സിലായപ്പോൾ മക്കയും മദീനയും അല്ലാഹു തആല അഹ്ലു സുന്നയുടെ കയ്യിലേക്ക് കൊടുത്തു. തിരിച്ചു പോകാം, തീർച്ചയായിട്ടും സ്ഥിരമാണെന്ന് നമുക്ക് ആരും ചിന്തിക്കണ്ട. അതുകൊണ്ട് സൗദി അറേബ്യയാണ് സലഫിയത്തിന്റെ തറവാടെന്നൊന്നും ആരും കരുതണ്ട. ഖുർആനും സുന്നത്തുമാണ് സലഫിയത്തിന്റെ തറവാട്, സൗദി അറേബ്യ അല്ല. അതിനിയും ഷിയാക്കളുടെ കയ്യിലേക്ക് പോകും. അന്ന് ഖുമൈനി പ്രസ്താവിച്ചിട്ടുണ്ട്, നമുക്ക് അധികാരം കിട്ടിയാൽ ആദ്യം നാം ചെയ്യുക മക്കയും മദീനയും തകർക്കുകയാണ്. എന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിന് പകരം കർബലായിൽ നമ്മളൊരു പള്ളി ഉണ്ടാക്കും. ആ പള്ളിയായിരിക്കും ഖിയാമത്ത് നാൾ വരെ പിന്നെ മുസ്ലിമീങ്ങളെ കിബില. ആ കിബിലയിലുള്ള ഇമാമായിരിക്കും മുസ്ലിമീങ്ങളെ ഇമാം. ആ ഇമാം ഷീയത്തിന്റെ ഇസ്നാശ്രയക്കാരനായിരിക്കും. ഖുമൈനി പ്രഖ്യാപിച്ചിട്ടില്ല അന്ന്. ജൂതന്റെ സപ്പോർട്ടോടുകൂടി ഇസ്ലാമിനെ കൊന്നിട്ട് ഷീഈ രാഷ്ട്രം സ്ഥാപിച്ചപ്പോൾ ഖുമൈനി അന്ന് ലോകത്തോട് വന്നതല്ലേ? നൂറ്റാണ്ടൊന്നും കഴിഞ്ഞിട്ടില്ലല്ലോ, 100 കൊല്ലത്തിന് ഇപ്പുറത്തല്ലേ കാര്യങ്ങള്. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഖബർ ഷരീഫില് ഇന്നും അവിടെ കിടക്കുകയാണ്. അതെ, ഞാൻ പറഞ്ഞു വന്നത്, ചില ശരീരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിലനിർത്തും. അത് അല്ലാഹുവിന്റെ ഹിക്മത്തിൽപ്പെട്ട നിലനിർത്തലാണ്. അതിന് ഈ ഉമ്മത്തിനൊന്നും നേടാനില്ല. അല്ലാഹുവിന്റെ ഹിക്മത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ബാക്കിയുള്ള ശരീരത്തെ ഒഴിവാക്കും. റൂഹാണ് പ്രസക്തം.
ആ റൂഹുകളെയാണ് അല്ലാഹു തആല ആകാശ ലോകത്തെ സമ്മേളനം വിളിച്ചു കൂട്ടിയിട്ട് സംവാദമുണ്ടാക്കിയത്. എന്താണ് സംവാദം? വഇദ് അഖദ റബ്ബുക മിൻ ബനി ആദമ മിൻ ളുഹൂരിഹിം ദുർരിയ്യതഹും. അതാണ് ആ സംഭവം ഞാൻ നിങ്ങൾക്ക് വിശദീകരിച്ചെന്ന സംഭവം. ആദമിന്റെ ശരീരത്തോടു കൂടി അല്ലാഹു തആല പങ്കെടുപ്പിച്ചു. ബാക്കിയുള്ളവരുടെ മുഴുവനും റൂഹുകളെയാണ് അല്ലാഹു തആല അതിൽ പങ്കെടുപ്പിച്ചത്. ആ സമ്മേളനത്തിൽ വെച്ചാണ് ആ ചർച്ച നടന്നത്. ആ ചർച്ചയിലാണ് അല്ലാഹു തആല ചോദിച്ചത്, മനുഷ്യകുലത്തോട് നിങ്ങളെ റബ്ബ് ഞാനല്ലേ? ഖാലൂ ബല, അതെ നീയാണ് റബ്ബ്, ഞാനും നിങ്ങളൊക്കെ എന്ന് പറഞ്ഞ മറുപടി അതാണ്. ഭൂമിയിലെത്തിയപ്പോൾ അല്ലാഹു തആല ചോദിക്കുന്നു ആദമടക്കമുള്ള മക്കളോട്, മനുഷ്യരോട്, ആകാശ ലോകത്ത് വെച്ച് നിങ്ങൾ ചെയ്ത കരാറനുസരിച്ച് ജീവിക്കാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അല്ലാഹു തആല തെരഞ്ഞെടുത്തവർ പറഞ്ഞു തയ്യാറാണ്. അവരാണ് അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് എവിടെയാണ് വരുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് റുബൂബിയത്ത് തെളിയിക്കാനുള്ളതാണ്. ഭൂലോകത്ത് ജീവിക്കുന്ന മനുഷ്യരോട് അല്ലാഹു ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് രംഗത്ത് വന്നത്. അത് ഉലൂഹിയത്തിനെ അംഗീകരിച്ചു കൊടുക്കലാണ്. ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും നിനക്ക് മാത്രമേ ചെയ്യുകയുള്ളൂ എന്ന്. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു നബിയാക്കി. വദ്ദ് സുവാഅ് മുതൽ ബദരീങ്ങൾ വരെ ഈ ഉമ്മത്തിന്റെ വികാരമായത് എന്തുകൊണ്ടാണ്? എന്തടിസ്ഥാനത്തിലാണ്? ഏതാണ്ട് 7500 ഏതാണ്ട് 90,000 കൊല്ലം മുമ്പ് ജീവിച്ചു മരിച്ചുപോയ മഹാനായ വദ്ദും സുവാവും, ഏതാണ്ട് 1400 കൊല്ലം മുമ്പ് ബദ്റിൽ ഷഹീദായ ബദരീങ്ങൾ, ഏതാണ്ട് ഇപ്പം എല്ലാം മരിച്ചുകൊണ്ടിരിക്കുന്ന ചില മടവൂർക്കാരനും കൊയിലാണ്ടിക്കാരനും, ഇതൊക്കെ ഈ ഉമ്മത്തിന്റെ വികാരമായത് ആരുണ്ടാക്കിയ വികാരമാണ്? എന്തിന്റെ അടിസ്ഥാനത്തിലുള്ള വികാരമാണ്? പരിശോധിച്ച് നോക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ നബിയാക്കി, റസൂലാക്കിയില്ല. എന്തുകൊണ്ട് ആദം റസൂലായില്ല, നബി മാത്രമായി? ഇന്നല്ലാഹു മുസ്തഫ ആദമ വ നൂഹൻ വ ആല ഇബ്രാഹിം വ ആല ഇമ്രാൻ അലൽ ആലമീൻ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അല്ലാഹു തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഖുർആൻ ആദമിന് നുബുവത്ത് കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. എന്തിനായിരുന്നു ആദമിന് നുബുവത്ത്? അല്ലാഹുവിന്റെ വഹയിലൂടെ സംസാരിക്കാൻ. നബി എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ വഹയുമായിട്ട് സംസാരിക്കും. ദഅവത്തിന്റെ പൊതു ഉത്തരവാദിത്തം നബിമാർക്ക് ഉണ്ടാവില്ല. ദഅവത്തിന്റെ പൊതു ഉത്തരവാദിത്തം നബിമാർക്ക് ഉണ്ടാവില്ല. കുടുംബത്തിന് അവരംഗീകരിച്ചിരിക്കുന്ന അള്ളാഹുവിനെ പറ്റി പറഞ്ഞു കൊടുക്കുകയും അത് പാഴായി പോകാതെ, പാഴ്സായി പോകാതെ, ലാപ്സായി പോകാതെ, സസ്പെൻഡായി പോകാതെ, ഡിസ്മിസ്സായി പോകാതെ നിലനിർത്തിക്കൊണ്ടുപോകാൻ ആവശ്യമായ അറിവുകൾ പറഞ്ഞു കൊടുക്കലാണ് നബിമാരുടെ ജോലി. ആദം അലൈഹിസ്സലാത്തു വസ്സലാം നബിയാണ്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചു. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിനോടൊപ്പം ആകാശത്തിൽ നിന്ന് വേറൊരാളും കൂടി വന്നിട്ടുണ്ടായിരുന്നു. അത് അംഗീകരിച്ചെടുക്കാൻ നമ്മുടെ ഈമാനാണ്. എല്ലാവരും ആദം നബിനെ അംഗീകരിക്കാൻ തയ്യാറാണ്. ആദം നബിനെ ഒന്നിച്ച് വന്നാൾ അംഗീകരിക്കുന്നില്ല, സങ്കല്പം. പ്രത്യേകിച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് സയൻസ് റസൂലുള്ള, അങ്ങനെ ഒരു കൂട്ടർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് സയൻസ് റസൂലുള്ള, ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം അല്ലാഹ് പറഞ്ഞ പോലെ, പിന്നെ അത് പ്രാവർത്തികമാക്കുമ്പോൾ സയൻസ് പറയും പോലെ. അവിടെ മുഹമ്മദ് റസൂലുള്ളാഹിക്ക് പ്രസക്തിയില്ല, സയൻസിനാണ് പ്രസക്തി. അങ്ങനത്തെ കൂട്ടക്കാർ ഇപ്പം കേരളത്തിൽ വന്നിട്ടുണ്ട്. നിങ്ങളെ നാട്ടിലുണ്ടോന്ന് എനിക്കറിയില്ല, ഈ കൂട്ടത്തിൽ തന്നെ ഉണ്ടോന്ന് ആർക്കറിയാം. അല്ലാഹു അഅലം. ലാ ഇലാഹ ഇല്ലല്ലാഹ് സയൻസ് റസൂലുള്ള. അള്ളാഹുവിനെ അനുസരിക്കുന്നത് സയൻസ് അനുസരിച്ചായിരിക്കണോ? മുഹമ്മദ് നബി പറഞ്ഞു എന്നതുകൊണ്ട് അനുസരിക്കേണ്ടതില്ല, ശാസ്ത്രവുമായിട്ട് യോജിക്കുമെങ്കിൽ മാത്രം അനുസരിച്ചാൽ മതി. അതിനകത്ത് അള്ളാഹ് ദന്തം വെള്ളം പോലെ. ദന്തം വെള്ളത്തിന് വേറെ പ്രത്യേകത ഒരു വെള്ളം മാത്രമാണ് സയൻസ് റസൂലുള്ള. ചിലപ്പം ദന്തം വെള്ളം കൊണ്ടുപോയിട്ടുണ്ടാവും വാട്ടർ അതോറിറ്റിന്റെ ലാബിലേക്ക്. വാട്ടർ അതോറിറ്റിന്റെ ലാബിൽ കൊണ്ടുപോയി പരിശോധിച്ചിട്ട് നീ സംസം വെള്ളം കുടിക്കാൻ തയ്യാറായാൽ നിന്റെ 2 ഷഹാദ ബാത്തിലാവും. മുഹമ്മദ് റസൂലുള്ളാഹിയുടെ ഷഹാദ ബാത്തിലാണ്. 2ാം ഷഹാദ ബാത്തിലായാൽ 1ാമത്തെ ഷഹാദയും ബാത്തിലാവും. അതോടുകൂടി ഇത് കാലാകാലം നരകത്തിലേക്ക് പോകും. ഒന്നിച്ചൊരാൾ വന്നിട്ടുണ്ടായിരുന്നു ആകാശത്തുനിന്ന്. ആദം നബിയിൽ നിന്ന് ഇൽമു നേടിയ ആൾ തന്നെയാണ് അയാളും ഇൽമു നേടിയത്. അള്ളാഹുവിൽ നിന്ന് ആദം നബി നേടിയതുപോലെ തന്നെയാണ് അയാൾക്ക് കിട്ടിയത്. ആദം നബിനെ പഠിപ്പിച്ചത് അല്ലാഹ്, അയാളെ പഠിപ്പിച്ചതും അല്ലാഹ്. ആദം നബിക്ക് ആകാശത്ത് സ്ഥാനം കൊടുത്തത് അല്ലാഹ്, ഇയാൾക്കോ ആകാശത്ത് സ്ഥാനം കൊടുത്തത് അല്ലാഹ്. ആദം നബിക്ക് ആകാശത്തിൽ നിന്ന് കാര്യങ്ങൾ മലക്കൾക്കിടയിൽ ജീവിക്കാൻ സൗകര്യം കൊടുത്തത് അല്ലാഹ്, ഇയാൾക്കും മലക്കൾക്കിടയിൽ ജീവിക്കാൻ സൗകര്യം കൊടുത്തത് അല്ലാഹ്. എല്ലാ വിഷയത്തിലും സമാസമമാണ്. പക്ഷെ ആദം നബിനെ നമ്മൾ അംഗീകരിക്കുന്നു, മറ്റേയാളെ നമ്മൾ സങ്കല്പമാക്കി വിടുന്നു. ആരാണത്? അയാൾ ആരാണ്? ശൈത്താൻ, ഇബ്ലീസ്. സങ്കല്പമാണോ? സയൻസ് റസൂലുള്ളാഹിക്ക് ഉൾക്കൊള്ളാൻ കഴിയില്ല.
അതിന് പിന്നെ അംഗീകരിക്കാൻ പറ്റുമോ? കൂട്ടരെ അല്ലാഹു തആല സൃഷ്ടിച്ച് സംവിധാനിച്ച് ഇൽമും നൽകി പ്രാക്ടിക്സും നൽകി പരിശീലനവും നൽകി ഭൂമിയിലേക്ക് അയച്ച ഒരാളാണ് ശൈത്താൻ എന്ന് അംഗീകരിക്കൽ ഈമാന്റെ ഭാഗമാണ്. ശൈത്താനെ നിഷേധിച്ചാൽ അവൻ കാഫിറാൻ, ഖുർആനിന്റെ നസ്സിനെതിരാണ്. നമ്മൾ നബിമാരെല്ലാം അംഗീകരിക്കുന്നുണ്ട്. ശൈത്താൻ അത് ഇല്ല, അത് എന്ന് പറഞ്ഞതോട് തന്നെ നിന്റെ ഈമാൻ ബാത്തിലായി. അത് ഉറപ്പുള്ള വിഷയമാണ്, യഖീനാണ്. ശൈത്താൻ യഖീനാണ്, ഹഖാണ്. അല്ലാഹു തആല പറഞ്ഞല്ലേ, അയാൾ ജോലി ഏൽപ്പിച്ചു. ആദം നബിയെ നുബുവത്തിലൂടെ ഹിദായത്തിന്റെ പ്രബോധനത്തിനെ ഏൽപ്പിച്ചു. ശൈത്താനെ അല്ലാഹു തആല ദലാലത്തിന്റെ പ്രബോധനത്തിനെ ഏൽപ്പിച്ചു. ആദം നബിക്ക് ആകാശത്തിൽ അതിനുള്ള പ്രാക്ടീസാണ് നൽകിയത്. ശൈത്താൻ ആകാശത്തിൽ അതിനുള്ള പ്രാക്ടീസാണ് നൽകിയത് അല്ലാഹു തആല. ഭൂമിയിലെത്തിയപ്പോൾ രണ്ടുപേരും ജോലി തുടങ്ങി. ആദം അലൈഹിസ്സലാത്തു വസ്സലാം ഭാര്യ ഹവ്വാനോടും മക്കളോടും ഉപദേശിച്ചു, ആകാശത്തിൽ വെച്ച് അള്ളാഹു നമുക്ക് തന്ന സൗകര്യങ്ങൾ നിങ്ങൾ ഓർക്കണം. നമ്മൾ അള്ളാഹ്ക്ക് ഉറപ്പ് കൊടുത്തിട്ടാണ് വന്നത്. ഭൂമിയിലെത്തിയാൽ എന്ത് ചെയ്യുന്നത് അള്ളാഹ്ക്കേ ചെയ്യുള്ളൂ എന്ന് അത് ശ്രദ്ധിച്ചോളണം. ആദമ മക്കൾക്ക് നിരന്തര ഉപദേശം പറഞ്ഞു കൊടുത്തുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് ആ തലമുറ പ്യൂർ തൗഹീദിലായി മരിച്ചു. ആദം അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചു. ഇറാഖിന്റെ പൊതു ഖബർസ്ഥാൻ അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയോ കബറടക്കം നടത്തി. ശൈത്താൻ അവന്റെ ജോലി ആരംഭിച്ചു. ശൈത്താൻ അയാളെ ദലാലത്തിന്റെ ജോലി ആരംഭിക്കാൻ ആദ്യമായിട്ട് തിരഞ്ഞെടുത്ത കേന്ദ്രം ആദം നബിയുടെ ഖബറാണ്. അതെ, ശിർക്ക് കുഫ്റിന്റെ കേന്ദ്രം യഥാർത്ഥത്തിൽ അമ്പലമോ ചർച്ചോ അല്ല. അമ്പലവും ചർച്ചും ശിർക്കിന്റെ അനുബന്ധ കേന്ദ്രങ്ങൾ മാത്രമാണ്. അടിസ്ഥാന കേന്ദ്രം ദർഗകളാണ്. ശിർക്കിന്റെ അടിസ്ഥാന കേന്ദ്രം, അസ്ലി കേന്ദ്രം ദർഗകളാണ്. ദർഗയിൽ നിന്ന് പെറ്റുണ്ടായതാണ് ചർച്ചുകളും അമ്പലങ്ങളും. ഇതും ഒരു തിരിച്ചറിവിന്റെ ഭാഗമാണ്. മൗലവി അങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പറയണ്ട. പിന്നെ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഖബർ വെച്ചുകൊണ്ട് ശൈത്താൻ ആദം നബിയുടെ പേരക്കുട്ടികളിൽ പ്രവർത്തനം തുടങ്ങി. ആദം ആരാണെന്ന് അറിയുമോ നിങ്ങൾക്ക്? എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക്? അള്ളാഹുവിന് വന്ന ആളല്ലേ? മരിക്കലോടുകൂടി നിങ്ങൾ അവഗണിച്ചില്ലേ? ആ ആദമിന്റെ ഖബർ പുറത്തു പോയിട്ട് നിങ്ങൾക്ക് അള്ളാഹിനോട് ശുഫാഅത്ത് ചെയ്താൽ, അള്ളാഹിനോട് ദുആ ചെയ്താൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കിട്ടൂലേ? അള്ളാഹ് ഇഷ്ടപ്പെട്ട വ്യക്തിയല്ലേ ആദം? ആ ആദമിന്റെ വർക്കത്തോട് ഇലാഹ വർത്തി പറഞ്ഞിട്ട് അള്ളാഹിനോട് ചോദിച്ചാൽ നിങ്ങൾക്ക് കിട്ടേണ്ടതൊക്കെ കിട്ടൂലേ? പക്ഷെ ആ മക്കളത് അംഗീകരിച്ചില്ല. ഞങ്ങളെ ബാപ്പ അത് പഠിപ്പിച്ചു തന്നിട്ടില്ല എന്ന് പറയും. ബാപ്പ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉറച്ചു നിൽക്കാനാണ് പഠിപ്പിച്ചു തന്നത് എന്ന് പറയും. ആ തലമുറ തൗഹീദിൽ ഉറച്ചു നിന്നു. ബഅസല്ലാഹു ഇലൈഹിം ശീസൻ നബിയ, രണ്ടാമത്തെ നബിനെ അയച്ചു കൊടുത്തു അല്ലാഹു തആല, ശീസ് നബിയെ. ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 21ാമത്തെ മോനാണ് ശീസ് അലൈഹിസ്സലാത്തു വസ്സലാം. ശീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അയച്ചത് ഇതിനു വേണ്ടിയിട്ടാണ്, ദൈവത്തിന് വേണ്ടിയിട്ടല്ല. കാരണം ജനം ശിർക്കിലെത്തിയിട്ടില്ല, ജാറത്തിലെത്തിയിട്ടില്ല, ദർഗയിലെത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു റസൂലിന്റെ ആവശ്യമില്ല. നബി എന്തിനാണ് പിന്നെ? ദർഗയിലെത്താതെ സംരക്ഷിച്ചു കൊണ്ടുപോകാൻ, അതിനുള്ള ആവശ്യമുള്ള ഇൽമും ആവശ്യമുള്ള ഉപദേശവും പറഞ്ഞു കൊടുക്കാൻ ശീസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിടിച്ചു നിർത്തി. ഏതാണ്ട് 4-5 തലമുറ, ആദം നബിന്റെ 4-5 തലമുറ ശീസ് കൈകാര്യം ചെയ്തു. ശീസ് മരിച്ചു. ശൈത്താൻ 2 ഖബർ വെച്ചുകൊണ്ട് കളിക്കാൻ തുടങ്ങി. ആദമിന്റെ ഖബറും ശീസിന്റെ ഖബറും, 2 നബിമാരെ ഖബറും. അല്ലാഹു സുബ്ഹാനഹു വ തആല തലമുറയെ സംരക്ഷിച്ചു. ബഅസല്ലാഹു ഇലൈഹിം ഇദ്രീസൻ നബിയ, 3ാമത്തെ നബിയായിട്ട് ഇദ്രീസിനെ അയച്ചു അല്ലാഹു തആല. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം മക്കൾക്കിടയിൽ, പേരക്കുട്ടികൾക്കിടയിൽ, മൂത്താപ്പമാർക്കിടയിൽ, ഉപ്പുപ്പമാർക്കിടയിൽ, അവരുടെ മക്കൾക്കിടയിൽ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പ്രസക്തി പറഞ്ഞുകൊണ്ടേ പോയി. നാം ആകാശത്തിൽ നിന്ന് വന്നവരാണ്. നാം ലാ ഇലാഹ ഇല്ലല്ലാഹുവിലൂടെ തിരിച്ച് ആകാശത്തിലെത്തണം. പിടിച്ചു നിന്നോളണം. മറ്റോൻ വല്ലാണ്ട് പരിശ്രമിക്കുന്നുണ്ട്. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചു. 3 ഖബർ കൊണ്ട് കളിക്കാൻ തുടങ്ങി ശൈത്താൻ. ഇപ്പം 3 ഖബറായി. അമ്പലം തുടങ്ങിയോ? ചർച്ച തുടങ്ങിയോ? കൂട്ടരെ അതൊക്കെ എപ്പോഴാണ് വരുന്നത്? അമ്പലവും ചർച്ചൊക്കെ വരുന്നത് ഇന്നലെയല്ലേ? 2000 കൊല്ലയിലായിട്ടുള്ള ക്രിസ്ത്യാനിസം തുടങ്ങിയിട്ട്, 4000 കൊല്ലയിലായിട്ടുള്ള ജൂതായിസം തുടങ്ങിയിട്ട്, 6000 കൊല്ലയിലായിട്ടുള്ള ആര്യമതം തുടങ്ങിയിട്ട്, 9000 കൊല്ലയിലായിട്ടുള്ള ദ്രാവിഡ മതം തുടങ്ങിയിട്ട്, അതിനു മുമ്പേ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഹീദിന്റെ പ്രബോധകന്മാരെ നിയോഗിച്ചില്ലേ? ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാം മരിച്ചു. 3 ഖബർ വെച്ചുകൊണ്ട് കളിച്ചു. ആ സമൂഹത്തെയും അല്ലാഹു തആല കാത്തു. അഷ്റഫുൽ ഖൽഖ് പറഞ്ഞു, ഇബ്നു അബ്ബാസിന്റെ നിവേദനം, ആദം നബിയുടെ പേരക്കുട്ടികൾ 10 തലമുറ കുല്ലുഹും ഫി തൗഹീദ്, 10 തലമുറ പ്യൂർ തൗഹീദിലായിരുന്നു.
എന്നുവെച്ചാൽ ജാറങ്ങളോ കബറുകളോ അതുപോലെയുള്ള സംവിധാനങ്ങളൊന്നും അവർക്ക് തീണ്ടുക പോലും ചെയ്തിട്ടില്ല. അല്ലാഹ് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹ് മാത്രം, അല്ലാഹ് മാത്രം. സുബ്ഹാനല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിമാരുടെ തസ്തിക നിർത്തിവെച്ചു. തൽക്കാലത്തേക്ക് ഉലമാക്കളെ കയ്യിലേക്ക് വിട്ടു തർബിയത്തിന്റെ ജോലി. ഇദ്രീസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഗുരുകുലത്തിൽ നിന്ന് കിതാബ് ഓതി പഠിച്ച മൗലവിമാര്, ഇദ്രീസ് നബിന്റെ ഗുരുകുലത്തിൽ നിന്ന് കിതാബ് ഓതി പഠിച്ച പണ്ഡിതന്മാര് 5 പേരെ അല്ലാഹു തആല സെലക്ട് ചെയ്തു. ഇറാഖിൽ ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് അല്ലാഹുവിന്റെ ദീൻ പറഞ്ഞു കൊടുക്കാൻ. വദ്, സുവാ, യഊസ്, യഊഖ്, നസ്ർ എന്നാണ് അവരുടെ പേര്. ഖുർആൻ സൂറത്തുൻ നൂർ. അവരാണ് ഇപ്പോൾ തർബിയത്ത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നബിമാരില്ല, ഇപ്പൊ ഉലമാക്കളെ കസ്റ്റഡിയിലാണ്. ഓരോരുത്തരും മരിക്കാൻ തുടങ്ങി. 5 പേരും മരിച്ചു. ഇറാഖിന്റെ പൊതു ഖബർസ്ഥാൻ ഇവരെ കബറടക്കി. ദിവസങ്ങൾക്ക് ശേഷം ശൈത്താൻ ആ തലമുറയെ സമീപിച്ചു. ഈ 5 മഹാന്മാരെ ഉസ്താദന്മാരെ കബറല്ല, ഈ 5 കബറ്, ഈ 5 കബറ് ഈ മഹാന്മാര് മരിച്ചിട്ട് ഇത്രയും മാസമല്ലേ ആയിട്ടുള്ളൂ. ഇത്ര വലിയ ശൈഖന്മാരും ഔലിയാക്കളും നിങ്ങളെ ഉസ്താദുമാരും മരിച്ചിട്ട് ഈ സാധാരണക്കാരന്റെ കബർ പോലെ ആക്കിയില്ലേ നിങ്ങൾ ഈ കബറ്? ആയിരക്കണക്കിന് കബർ വേറെയുണ്ട്. ഈ കബർ നിങ്ങൾക്ക് തിരിയും. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്തായതുകൊണ്ട് അവർ മരിച്ചത്. നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ പേരക്കുട്ടികൾക്ക് ഈ ഉസ്താദുമാരെ കബർ തിരിച്ചറിയുമോ? നിങ്ങൾക്ക് ആ കബറിൽ ഫൻസുബു അൻസാബ, ഇബ്നു അബ്ബാസിന്റെ നിവേദനം. മരത്തിന്റെ കുറ്റി കൊണ്ടുവന്നിട്ട് ഈ 5 കബറിന് നിങ്ങൾ ഇങ്ങനെ കുറ്റിയിടാൻ പാടില്ലേ? മരത്തിന്റെ കുറ്റി കൊണ്ടുവന്നിട്ട് നിങ്ങൾക്ക് തിരിച്ചറിയാൻ വേണ്ടി മാത്രം. നിങ്ങൾക്ക് ഏതായാലും തിരിയും. നിങ്ങൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് കബറടക്കിയതുണ്ട്. നിങ്ങളെ പേരക്കുട്ടികൾക്ക്, നിങ്ങളെ മക്കൾക്ക് അത് മനസ്സിലാവില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഈ 5 കബർ തിരിച്ചറിയാൻ, അത് ഉലമാക്കളുടെ മഹാന്മാരായ ശൈഖുകളുടെ ഔലിയാക്കളുടെ കബറാണെന്ന് നിങ്ങളെ പേരക്കുട്ടികൾക്ക് മനസ്സിലാക്കണം. ഉപ്പുപ്പമാര് നമുക്കറിയാൻ വേണ്ടിയിട്ട് ചെയ്താൽ നിങ്ങൾക്ക് തോന്നണം ഒരു മരത്തിന്റെ കുറ്റി കുഴിച്ചിടണം. ആ സമൂഹം മരത്തിന്റെ കുറ്റി കബർ പുറത്ത് കുഴിച്ചെന്ന് കലാശിച്ചു. ഇലാഹൃത്തിയിലെത്തിയില്ല, ഇലാഹൃത്തിലെത്തിയില്ല, ജാഹുവർക്കത്തിലെത്തിയില്ല. ആ തലമുറ മരിച്ചു. തൊട്ടടുത്ത തലമുറയിലെത്തി ശൈത്താൻ. ചെതലിരിച്ച് തീരാൻ പോകുന്ന ഈ മരത്തിന്റെ കുറ്റികൾ നിങ്ങൾ എന്തിനാണ് ഇവിടെ വെച്ചിരിക്കുന്നത്? നിങ്ങൾ ഉപ്പന്മാരെന്താ അത്ര വട്ടന്മാരാണോ? നിങ്ങൾ ഉപ്പന്മാരെന്താ അത്ര വിഡ്ഢികളാണോ? കാരണവന്മാർ വലിയ വലിയ ആൾക്കാരല്ലേ? പൂർവികന്മാർ ജീവിച്ച് കഴിഞ്ഞു പോയ അസാത്തീറുൽ അവ്വലിൽ പൂർവികന്മാരായ മഹാന്മാര്. നിങ്ങളൊക്കെ ചണ്ട് പിള്ളേരല്ലേ? നിങ്ങളെ ഉപ്പന്മാർ ചെയ്തു വെച്ച പണിയല്ലേ ഈ മരത്തിന്റെ കുറ്റി? അത് ചെതലിൽ പിടിച്ച് പോകാൻ പോവുകയല്ലേ? നിങ്ങൾക്ക് 4 കല്ലെടുത്തിട്ട് 4 ഓറും വെക്കാമായിരുന്നില്ലേ? എന്നാൽ എപ്പോഴും അവിടെ നിൽക്കുമല്ലോ കല്ല്, അത് ചതുരൊടിക്കൂലല്ലോ. ആ തലമുറ കല്ലെടുത്ത് വെക്കല്ല അവസാനിച്ചു. ഇലാഹൃത്തിലും എത്തിയില്ല, അൽഫാത്തിയിലും എത്തിയില്ല. അടുത്ത തലമുറ വന്നു. അടുത്ത തലമുറയിൽ ജാറം വരുന്ന ദുർഗ വരുന്ന രീതിയാണ് ഈ പറഞ്ഞത്. വലിയ മഹാനെ അടക്കം ചെയ്താൽ പിറ്റേന്ന് തന്നെ ദുർഗ വരൂല. ഏതെങ്കിലും എവിടെയെങ്കിലും ചത്താൽ മതി. ഇത് കടലിലേക്ക് കൊണ്ട് ചത്ത ശവത്തിനെ വെച്ച് കൂട്ടിയിട്ട് ദർഗയാക്കിയ സമൂഹമാണ് ഇത്. പൊന്നാനിൽ അങ്ങനെ ഒരു കബറുണ്ട്. കടലിൽ നിന്നൊരു മയ്യത്ത് അടുത്തൊരു പെണ്ണിന്റെ അതിനെ കൂടി വലിച്ചു വാരി കൊണ്ടുവന്നിട്ട് കബറടക്കിയിട്ട് പച്ച പെയിലിട്ടപ്പോൾ ഇപ്പം മറ്റാനും പുരമത്തി ബീവിന്റെ കബറ ഇപ്പോ ശവമാണ്. കടലിൽ നിന്ന് കയറി വന്ന ശവം. അതാണ് ജൂതനീ സമുദായത്തെ പഠിപ്പിച്ചത്. അതായിരിക്കും വിഷയമല്ല. എല്ലാവരും കോംപ്രമൈസ്. ഇലാഹവർത്തിയിലെത്തി സമൂഹം. ഇസ്തിശ്ഫായിലെത്തി, ശഫാഅത്ത് ബർക്കത്ത് കൊണ്ട് തവസ്സുലെത്തി, ജാഹുവർക്കത്തിലെത്തി. അവരെ വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യാൻ തുടങ്ങി സമൂഹം. ബഅസല്ലാഹു ഇലൈഹിം നൂഹൻ റസൂലാ. ഞാൻ കഥ പറയാനല്ല നിങ്ങളോട് പറഞ്ഞ സഹോദരന്മാരെ. വിശദീകരിക്കാൻ ഈ ഒരു ആയുസ് അല്ലാഹു തന്നിട്ടില്ലെങ്കിൽ അത് ബാക്കിയായി പോകും. നാളെ ആഖിറത്തിൽ അല്ലാഹുവിന്റെ മുമ്പിൽ ഈ വാക്കുകൾ സാക്ഷിയായിട്ട് വരണം. എന്തിനാണ് നിങ്ങൾക്ക് ഞാനിത് പറഞ്ഞു തരുന്നത്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം റസൂലായിട്ട് വന്നത് ആരിലേക്കാണ്? ഹിന്ദുക്കളിലേക്കാണോ? അന്ന് ഹിന്ദുക്കളില്ലല്ലോ. ക്രിസ്ത്യാനികളിലേക്കാണോ? ക്രിസ്ത്യാനിയും ഇല്ലല്ലോ. ജൂതന്മാരിലേക്കാണോ? ജൂതന്മാരും ഇല്ലല്ലോ. ഷിയാക്കളിലേക്കാണോ? ഷിയാക്കളും ഇല്ലല്ലോ. പിന്നെ ആരിലേക്കാണ് നൂഹ് നബി റസൂലായിട്ട് വരുന്നത്? ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 11ാമത്തെ തലമുറയായ മുസ്ലിമീങ്ങളിലേക്ക്. കൃത്യമായി നിസ്കരിക്കുന്ന, കൃത്യമായി നോമ്പ് നോക്കുന്ന, കൃത്യമായി സക്കാത്തും സദക്കയും ചെയ്യുന്ന, കൃത്യമായിട്ട് ദിക്ർ തസ്ബീഹാത്തുകൾ നിർവഹിക്കുന്ന, കൃത്യമായി പള്ളികളിൽ ഇമാമ് നിൽക്കുന്ന, കൃത്യമായി പള്ളിയിൽ ഖാദിയായിട്ട് നിൽക്കുന്ന മുസ്ലിം സമൂഹത്തിലേക്കാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി റസൂലായിട്ട് വരുന്നത്.
അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കണം നൂഹ് നബി ഇന്നാളിലേക്കാണ് റസൂലായിട്ട് വന്നത് എന്ന്, ഇന്ന മതക്കാരിലേക്കാണ് എന്ന്. നൂഹ് നബി വരുമ്പോൾ ഇന്ന മതം ലോകത്ത് നിലവിലുണ്ടായിരുന്നു എന്ന് തെളിയിക്കാൻ കഴിയണം. നൂഹ് നബി ഇറാഖിൽ പ്രവാചകനായിട്ട് വരുമ്പോൾ യൂഫ്രട്ടീസിന്റെയും ടൈഗ്രീസിന്റെയും തീരത്ത് തൗഹീദിന്റെ പ്രബോധകനായിട്ട് വരുമ്പോൾ ഏതെങ്കിലും ഒരു മതം, ഇന്ന് കാണുന്ന ഏതെങ്കിലും ഒരു മതം നിലവിലുണ്ടോ? ഇല്ല, വല്ലാഹി ഇല്ല. ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ 40 കൊല്ലമായി ഇത് പറയാൻ തുടങ്ങിയിട്ട്. എല്ലാവരുടെയും വിചാരം ഞാൻ സലഫിയത്തുമായിട്ട് ബന്ധപ്പെടുന്ന 10 കൊല്ലത്തിന് ഇപ്പുറമാണ്. 40 കൊല്ലം മുമ്പേ ഈ കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഞാൻ മെമ്പർഷിപ്പ് എടുത്തിട്ട് വന്ന മുജാഹിദല്ല, മറിച്ച് മുജാഹിദിന്റെ അന്നത്തെ നേതാക്കന്മാർ 2010 അന്ന് പിളർന്നിട്ടില്ല. അതിൽ നേതാക്കന്മാർ വീട്ടിൽ വന്നിട്ട് എന്നോട് അപേക്ഷിച്ചതാണ്, ഉസ്താദേ ഞങ്ങൾ KNMന്റെ സ്റ്റേജിൽ നിങ്ങൾക്ക് സംവിധാനം ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്ക് ഈ പറയുന്ന തൗഹീദ് നിങ്ങൾക്ക് ഞങ്ങളുടെ സ്റ്റേജിൽ പറയാൻ വേണ്ടി സാധിക്കുമോ? എങ്കിൽ നമ്മൾ സമൂഹത്തിന് വലിയ ഗുണം ചെയ്യും എന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ടിട്ട് സ്റ്റേജിൽ കയറ്റുക തന്നെ. നല്ലതാരും വിചാരിച്ചുകൊണ്ടാണ് ഞാൻ പേടിക്കുന്ന കാത്തിമ്പും കുത്തിവെത്തും എല്ലാം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മെമ്പർഷിപ്പ് കൊടുത്തിട്ട് വന്നതാണെന്ന് തോന്നിക്കൊണ്ടാണ്. നേരത്തെ പറയുന്നത് പറയാൻ വേണ്ടിയിട്ട് എനിക്ക് ഏർപ്പാടുണ്ടാക്കി തന്നതാണ്. അതിപ്പോഴും KNMന്റെ സ്റ്റേജിൽ തുടരുന്നു, അതിൻ്റെ ശാഖയായ SKSM തുടരുന്നു. എപ്പാ വേണ്ടാന്ന് വെക്കാൻ അള്ളാഹ്ക്കേ അറിയും ചെയ്യുന്നു. അത് വേറെ കാര്യം. വേണമെന്ന് വെക്കുമ്പോൾ അള്ളാഹ് തീരുമാനിച്ചത്, വേണ്ടെന്ന് വെച്ചാൽ അള്ളാഹ് തീരുമാനിച്ചു. ഇപ്പോൾ ആ ട്രെയിനിങ് എനിക്ക് പൂർത്തിയായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് വലിയ വിഷമമൊന്നുമില്ല. വേണമെന്ന് വെച്ചാലും വേണ്ടാന്ന് വെച്ചാലും എനിക്ക് പ്രതികരണമില്ല. എൻ്റെ അള്ളാഹിനോട് മാത്രമേ എനിക്ക് പ്രതികരണം പോകും. വേണമെന്ന് വെച്ചാൽ എൻ്റെ അള്ളാഹ് സെലക്ട് ചെയ്തു, വേണ്ടാന്ന് വെച്ചാൽ എൻ്റെ അള്ളാഹ് വേണ്ടാന്ന് വെച്ചത്. അതുകൊണ്ട് ഇന്നലെ മുതൽ പറയാൻ തുടങ്ങി അന്നാരും കരുതണ്ട. 40 കൊല്ലമായി ചോദിക്കും ഞാൻ ഈ സമുദായത്തോട്, നൂഹ് നബി റസൂലായിട്ട് വന്നത് ആരിലേക്കാണ്? കൃത്യമായി നിസ്കരിക്കുന്ന മുസ്ലിമീങ്ങളിലേക്കാണ്. എന്തിനായിരുന്നു റസൂലായി വന്നത്? ഖുർആൻ പറയുന്നുണ്ട്, ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി, ഇന്നാ അർസൽനാ തീർച്ചയായിട്ടും നാമാണ് നിയോഗിച്ചത് നൂഹിനെ റസൂലാക്കി നിയോഗിച്ചത് നാമാണ്. ഇലാ ഖൗമിഹി, നൂഹിന്റെ കൗമിലേക്ക്. എന്തിന്? അല്ലാഹ് തൊട്ടപ്പുറത്ത് പറയുന്നു, അൻ അൻദിർ ഖൗമക മിൻ ഖബലി അൻ യഅതിയഹും അദാബുൻ അലീം. അൻ അൻദിർ ഖൗമക, നിന്റെ ജനതയ്ക്ക് നീ മുന്നറിയിപ്പ് കൊടുക്കണം. മിൻ ഖബലി അൻ യഅതിയഹും മിൻ അദാബുൻ അലീം, കടുത്ത ശിക്ഷ അവരെ പിടികൂടുന്നതിന് മുമ്പ്, ഞാൻ അവരെ കടുത്ത രീതിയിൽ ശിക്ഷിക്കുന്നതിന് മുമ്പ് നിന്റെ കൗമിന് നീ മുന്നറിയിപ്പ് കൊടുക്കണം. എന്തായിരുന്നു അവർ ചെയ്ത തെറ്റ്? ഇത്ര വലിയ മുന്നറിയിപ്പ് കൊടുക്കാൻ മാത്രം അവർ ചെയ്ത തെറ്റെന്താ? കൂട്ടരെ, പരിശുദ്ധ ഖുർആനിൽ പൂർവികന്മാരായ നബിമാരുടെയും റസൂലുകളുടെയും കാലഘട്ടത്തിലുള്ള ജീർണതകളെ സംബന്ധിച്ച് വിശദീകരിക്കാറുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ വരുമ്പോൾ അന്ന് അറബികളുടെ ജീർണത, മൂസ നബിന്റെ കാലത്ത് ഈജിപ്തിലുള്ള ജനങ്ങളെ കിബിത്തി സമൂഹത്തിന്റെ ഇസ്രായേലി സമൂഹത്തിന്റെയും ജീർണത, ശുഐബ് നബിന്റെ കാലഘട്ടത്തിൽ അളത്തത്തിലും തൂക്കത്തിലും കുറക്കുന്ന കള്ളക്കച്ചവടക്കാരുടെ ജീർണത, ലൂത്ത് നബിന്റെ കാലഘട്ടത്തിൽ കല്യാണം കഴിക്കാതെ ആൺകുട്ടികളെ കൊണ്ട് കാര്യം തീർക്കുന്ന ജീർണത, അങ്ങനെ ഓരോ നബിമാരുടെയും റസൂലുകളുടെയും കാലഘട്ടത്തിൽ അവർ ചെയ്ത തോന്നിയവാസങ്ങൾ പരിശുദ്ധ ഖുർആനിൽ വിശദീകരിക്കാറുണ്ട്. അതിലേക്കാണ് റസൂലിനെ അയച്ചിട്ട് തൗഹീദ് പ്രചരിപ്പിച്ചത്. നൂഹ് നബിന്റെ ജനതയെ സംബന്ധിച്ച് അങ്ങനെ ഒരു ജീർണത ഖുർആനിലോ ഹദീസിലോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുമോ? നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കൗമ് ഇന്ന ജീർണതയുള്ളവരാണ്. ലൂത്ത് നബിന്റെ കൗമ് പോലെ, അതൊക്കെ അറിയാലോ. ലൂത്ത് നബിന്റെ കൗമ് മറ്റേ കൗമെല്ലാം അറിയാലോ, ഒന്നും വിശദീകരിക്കേണ്ടിയില്ലല്ലോ. അതേപോലത്തെ ഒരു ജീർണത, ഒരു സംസ്കാര ശൂന്യത നൂഹിന്റെ കൗമിന് ഉണ്ടായിരുന്നു എന്ന് നിങ്ങൾക്കൊരു തെളിവ് പറഞ്ഞു തരാൻ പറ്റുമോ? ഖുർആൻ ഹദീസ് വെച്ചിട്ട് നിങ്ങളെ ഈ ആധുനിക സിയാഹുസിത്ത വെച്ചിട്ട് പറഞ്ഞാൽ ശരിയാവില്ല. 2 സിയാഹുസിത്തുണ്ട്, ബുഖാരി, മുസ്ലിം, അബൂദാവൂദ്, നസായി, തുർമുദി, ഇബ്നു മാജ. ഇപ്പോഴത്തെ ഒരു സിയാഹുസിത്ത മലയാള, മാതൃഭൂമി, ചന്ദ്രിക, തേജസ്, പിന്നെ മറ്റേ വരുന്നത് കേരള കൗമുദി, പിന്നെ സുപ്രഭാതം, സിയാഹുസിത്ത. രാവിലെ എതിർത്ത് ഈ സിയാഹുസിത്തന്റെ ഹദീസ് വായിച്ചിട്ടാണ് തീരുമാനം പറയല് മുയ്യന്മാര്. മിമ്പറിലെ കുത്തുവെക്ക് വരുന്നതും സിയാഹുസിത്ത വായിച്ചിട്ടാ. പഴയ ആലിമ്യങ്ങൾ ബുഖാരിയും മുസ്ലിം വായിച്ചിട്ടാ കുത്തുവെക്ക് വരിക. ഇപ്പോഴത്തെ മൗലവിമാര് ഈ സിയാഹുസിത്തയും വായിച്ചിട്ടാണ് മിമ്പറിലേക്ക് വരിക. എന്നിട്ട് അമേരിക്കന്റെയും റഷ്യന്റെയും കഥ പറഞ്ഞാൽ നല്ല കുത്തുബ, അള്ളാഹുവിന്റെ റസൂലിനെയും പറഞ്ഞാൽ ഇത് കുറെ കേട്ടല്ലേ വിട്ടേക്ക്. അതുകൊണ്ട് പ്രമാണങ്ങൾ
നമ്മൾ അന്നും ഇന്നും ഈ മൊല്ലമാരോട് ചോദിക്കുന്നൊരു ചോദ്യം അതാ. നിങ്ങൾ എന്തെങ്കിലും തോന്നിയവാസം പറഞ്ഞിട്ട് ചൊയ്ലി അങ്ങനെ ചൊയ്ലി ഇങ്ങനെ വന്നിട്ട് അങ്ങനെ ഉരുട്ടുന്നതെന്ന് പറഞ്ഞിട്ട് പിടിച്ചത് തെറി വന്നിട്ടൊന്നും കാര്യമില്ല. ആദർശത്തെ ആദർശം കൊണ്ട് എതിർക്ക്, പ്രമാണങ്ങൾ വെച്ചുകൊണ്ട് ഞാൻ പറയുന്ന വിഷയത്തെ നിങ്ങൾ ഗണ്ണിക്കുക. ഞാൻ അംഗീകരിക്കാൻ തയ്യാറാണ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമ എന്ത് തെറ്റ് ചെയ്തതിന്റെ പേരിലാണ് അൻ അൻദിർ ഖൗമക, നിങ്ങളുടെ ഖൗമിനെ നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കണം, മിൻ ഖബിലി അൻ യഅതിയ അഹ്ലകുഹും അദാബുൻ അലീം, വേദനാജനകമായ ശിക്ഷ എത്തുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞത് എന്ത് തെറ്റിന്റെ അടിസ്ഥാനത്തിലാണ്? അവരെന്ത് തെറ്റാണ് ചെയ്തത്? മുന്നറിയിപ്പ് കൊടുക്കാൻ അറിയപ്പെട്ടിടത്തോളം വേറെ ഒന്നും കാണുന്നില്ല. എന്നാൽ അവർ ചെയ്ത ഏറ്റവും വലിയ ഗൗരവമുള്ള തെറ്റ്, അവർ നിസ്കരിക്കുന്നവരായിരുന്നു, നോമ്പോക്കുന്നവരായിരുന്നു, സക്കാത്ത് കൊടുക്കുന്ന വലിയ വലിയ ഉലമാക്കൾ ഉണ്ടായിരുന്നു, മൗലാനമാരും ശൈഖുനമാരും ഉണ്ടായിരുന്നു, പള്ളിയിൽ ഖാദിമാരുണ്ടായിരുന്നു, ഖത്തീബുമാരും മുദരിസുമാരും ഉണ്ടായിരുന്നു, ഒക്കെ ഉണ്ടായിരുന്നു. ഒപ്പം മേൽപ്പറയപ്പെട്ട 5 മഹാന്മാരുടെ ജാറത്തിലേക്ക് ഇലാഹവർത്തിയുമായിട്ട് പോകുമായിരുന്നു. അതിനെയാണ് അല്ലാഹുവിന്റെ കൊടും പാതകം എന്ന് വിശേഷിപ്പിച്ചത്. നിങ്ങളുടെ ഖൗമിനെ നിങ്ങൾ മുന്നറിയിപ്പ് കൊടുക്കണം എന്ന് പറഞ്ഞ അഖൗബ് ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ഈ ഇലാഹവർത്തി മാത്രമാണ്. വേറെ ഒരു തെറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ കഴിയില്ല. അതേസമയത്ത് ഇബ്രാഹിം നബിന്റെ ഖൗമ്, മൂസ നബിന്റെ ഖൗമ്, ഈസ നബിന്റെ ഖൗമ്, ദാവൂദ് നബിന്റെ ഖൗമ്, സുലൈമാൻ നബിന്റെ ഖൗമ്, ഹൂദ് നബിന്റെ ഖൗമ്, സാലിഹ് നബിന്റെ ഖൗമ്, എല്ലാരെ പറ്റി നമുക്ക് പലതും പറയാനുണ്ട്. നൂഹ് നബിന്റെ ഖൗമിനെ പറ്റി ഒന്നേ പറയാനുള്ളൂ, അവർ അടിസ്ഥാന ശിർക്കിന്റെ ആൾക്കാരാണ്, എന്നുവെച്ചാൽ ദർഗന്റെ ആൾക്കാരാണ്. അതിൽ നിന്ന് അവരെ പിൻവലിപ്പിക്കണം എത്രയും പെട്ടെന്ന് പറഞ്ഞിട്ടാണ് നൂഹ് നബി അല്ലാഹു തആല അയച്ചത്. ആയിരുന്നില്ലേ? ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റിസാലത്ത് കിട്ടിയ ഉടനെ തന്നെ ഇറാഖിലെ പൊതുജനങ്ങളോടും ഉലമാക്കളോടും മൗലാനമാരോടും ശൈഖുനമാരോടും മുദരിസുമാരോടും ഖത്തീബുമാരോടും ഉറക്കെ വിളിച്ചു പറഞ്ഞില്ലേ, ഹേ ജനങ്ങളെ, നിങ്ങൾക്ക് ഞാൻ നിയോഗിക്കപ്പെട്ട റസൂലാണ്, ഇത്തഖുല്ലാഹ ഫഅതിഊൻ, നിങ്ങൾ അല്ലാഹുവിന്റെ മുന്നറിയിപ്പ് സൂക്ഷിച്ചോളണം, എന്നെ നിങ്ങൾ അനുസരിക്കുകയും ചെയ്തോളണം. ഇതല്ലേ സൂറത്തുൽ നൂഹിന്റെ പറ്റിയ വാക്ക്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ദർഗക്കെതിരായിട്ട് കൃത്യമായിട്ട് സംസാരിച്ചപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ്ന്റെ ഷഹാദ ഉറപ്പിച്ചോളണം, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്ത് പ്രശ്നമുണ്ടെങ്കിലും അല്ലാഹുവിനോട് മാത്രം, വഅഷ്ഹദു അന്ന നൂഹൻ റസൂലുള്ളാഹ്, ആ പ്രശ്ന പരിഹാരത്തിന് സ്വീകരിക്കാനുള്ള മാർഗം നൂഹ് നബിന്റെ റിസാലത്ത് മാത്രം. അല്ലേ നൂഹ് നബി പ്രസംഗിച്ചത്? എന്താണ് സംഭവിച്ചത്? ഇന്നത്തെ ശിയാക്കൾ, ഇന്നത്തെ മുശ്രിക്കീങ്ങൾ, ഇന്നത്തെ കാഫിരീങ്ങൾ, ഇസ്ലാമിന്റെ അഡ്രസ് ഉള്ളവർ, നെറ്റിക്ക് നല്ല തഴമ്പുള്ളവർ, നല്ല തലീക്കെട്ടുള്ളവർ, നല്ല നീളക്കുപ്പായമുള്ളവർ, പള്ളിയിലെ കാളിമാർ, പള്ളിയിലെ ഖത്തീബുമാർ, പള്ളിയിലെ മുദരിസുമാർ, അവർ ഇന്ന് ചെയ്തതുപോലെ തന്നെയല്ലേ അന്നത്തെ കാളിമാരും മുദരിസുമാരും നൂഹ് നബിക്കെതിരായിട്ട് ചെയ്തത്? കുറച്ച് കട്ടി കൂടിപ്പോന്നല്ലേ? അതെ, എന്നോട് ചില ആധുനിക മുജാഹിദികൾ, മെമ്പർഷിപ്പ് മുജാഹിദികൾ പറയാറുണ്ട്, കുറച്ച് കട്ടി കുറക്കണം ഉസ്താദേ. പണ്ട് റസൂലുള്ളാഹി തങ്ങളോടും അതേ വാക്ക് തന്നെയായിരുന്നു ഖുറൈശികൾ പറഞ്ഞത്. നൂൻ വൽ ഖലമി വമാ യസ്തുറൂൻ മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ. വൽ ഖലം വമാ യസ്തുറൂൻ, പേനയെ തന്നെയാണ് സത്യം, പേന കൊണ്ട് എഴുതിയിരിക്കുന്ന രേഖകളെ തന്നെയാണ് സത്യം. ഓ മുഹമ്മദ് നബി, അവര് പറയും പോലെ അള്ളാന്റെ അനുഗ്രഹം കൊണ്ട് നിങ്ങൾ ഭ്രാന്തനല്ല കേട്ടോ. മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. ഈ മൗലാനമാരും ശൈഖുലമാരും പറയും പോലെ, അബൂ താലിബ് ഉത്ബത്തും ശൈബത്തും പറയും പോലെ നിങ്ങൾ ഭ്രാന്തനല്ല കേട്ടോ. വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ, ഒരു തടസ്സവുമില്ലാത്ത പ്രതിഫലം നിങ്ങൾക്ക് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ധൈര്യമായിട്ട് ദഅവത്ത് ചെയ്തോളണം. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, വഇന്നക ലഅലാ ഖുലുഖിൻ അളീം, അവര് പറയും പോലെ നിങ്ങൾ ദുസ്വഭാവിയല്ല, നിങ്ങൾ ഉത്തമമായ സ്വഭാവത്തിന്റെ ഉടമയാണ്. അല്ലാഹു സർട്ടിഫിക്കറ്റ് കൊടുക്കുക റസൂലുള്ളാഹി തങ്ങൾക്ക്. അതിന്റെ മറൂറും കൂടി പഠിക്കുമ്പോൾ അതിന്റെ ഗൗരവം മനസ്സിലായില്ല. അന്ന് ഖുറൈശികൾ അഷ്റഫുൽ ഖൽഖിനെ ചെയ്ത കെടുതികളും കൂടി പഠിക്കുമ്പോഴാണ് ഈ വാക്കിന്റെ വായന മനസ്സിലായില്ല. എന്നിട്ട് അല്ലാഹു തആല റസൂലുള്ളാഹി തങ്ങളോട് പറഞ്ഞു, ഫസതുബ്സിറു വ യുബ്സിറൂൻ, തീർച്ചയായിട്ടും നിങ്ങൾക്കും ഉടൻ തന്നെ കാണാനിരിക്കുന്നുണ്ട്, അവർക്കും കാണാൻ കഴിയും. ബിഅയ്യിക്കുമുൽ മഫ്തൂൻ, ആരാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഫിത്നക്കാരൻ എന്ന് ഒട്ടും താമസിയാതെ ഞാൻ കാണിച്ചു തരുന്നുണ്ട് എന്ന് പറഞ്ഞു അല്ലാഹു തആല. ഫസതുബ്സിറു വ യുബ്സിറൂൻ ബിഅയ്യിക്കുമുൽ മഫ്തൂൻ. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാണ്, ഇന്ന റബ്ബക
ഇന്ന റബ്ബക തഅലമു മൻ ഹുവ ഫീ ളലാലിൻ, ആരാണ് അപകടത്തിൽ ചെന്ന് ചാടിയിരിക്കുന്നത് എന്ന് നിന്റെ റബ്ബിന് നന്നായിട്ട് അറിയാം. ആരാണ് ഹിദായത്തിൽ ചെന്ന് ചാടിയിരിക്കുന്നത് അതും അള്ളാഹ്ക്ക് നന്നായിട്ട് അറിയാം. ഓ മുഹമ്മദ് നബി, ഫലാ തുതിഇൽ മുകദ്ദിബീൻ, ഈ കള്ളന്മാര് പറയും പോലെ നിങ്ങൾ അനുസരിച്ചു പോകരുത് കേട്ടോ. അള്ളാഹ് പറയാ നബി തങ്ങളോട്, ഫലാ തുതിഇൽ മുകദ്ദിബീൻ, ഈ കള്ളന്മാര് പറയും പോലെ നിങ്ങൾ അനുസരിച്ചു പോകരുത്. എന്താണ് അവർ? വദ്ദു ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ. വദ്ദു, ഈ കള്ളന്മാർ ആഗ്രഹിക്കുന്നത്, തുദിഹിനു ലൗ തുദിഹിനു, നിങ്ങൾ ചെറുങ്ങനെ ഒന്ന് സ്ലോ ആക്കിയാൽ, ഒന്ന് മയമാക്കിയാൽ, ഫയുദിഹിനൂൻ, അവരും മയമാക്കിക്കോളാം എന്നാണ് അവർ പറയുന്നത്. അതുകൊണ്ട് മുഹമ്മദ് കുറച്ച് കട്ടി കുടിച്ച് പറ, ഇങ്ങനെ കട്ടിയിൽ ശിർക്ക് പറയല്ല. ഞങ്ങൾ ആദരിക്കുന്നതല്ലേ ബഹുമാനപ്പെട്ട വദ്ദ് തങ്ങളെ, സുവായു തങ്ങളെ, ലാത്ത തങ്ങളെ, ഉസ്സ തങ്ങളെ, ഇബ്രാഹിമിന്റെ ഖബർ, ഇസ്മായിലിന്റെ ഖബർ, ഇതൊക്കെ ഞങ്ങൾ ആദരിക്കുന്നതല്ലേ. ഒറ്റയടിക്ക് വേണ്ടെന്ന് മുഹമ്മദ് പറയല്ല, ഒന്ന് മയമായിട്ട് പറ. വദ്ദു, ഓ മുഹമ്മദ് നബി, അവരാഗ്രഹിക്കുന്നത് ലൗ തുദിഹിനു, നിങ്ങൾ ഇച്ചിരി മയം കാണിച്ചാൽ ഫയുദ്ഹിനൂൻ, അവരും മയം കാണിക്കും. ഫലാ തുതിഇ കുല്ല ഹല്ലാഫിൻ മഹീൻ, ഈ തോന്നിയവാസികൾ പറയും പോലെ കേട്ടുപോകരുത്. തൗഹീദ് വളരെ കട്ടി തന്നെ പറഞ്ഞോളാം നബിയെ. ഇപ്പൊ ഇവരും അറിയുന്നു കുറച്ച് കട്ടി ഉറക്കണം, ഞമ്മ എല്ലാവരും കൂടി ഒന്നല്ലേ, എന്ത് ചെയ്യണം? അതുകൊണ്ട് ഇല്ല കൂട്ടരേ ഇല്ല, ഒരാളാണെങ്കിൽ ഒരാൾ അല്ല, പ്യൂർ തൗഹീദുമായിട്ട് ജീവിച്ച് മരിക്കണം. ആ ഒരാളെ കൊണ്ട് അല്ലാഹു ഈ ഭൂമിയെ നിലനിർത്തും. ആ ഒറ്റ ഒരാളെ കൊണ്ട്. ഭൂരിപക്ഷം ഒന്നും അല്ലാഹ്ക്ക് വേണ്ട, കുറെ എണ്ണവും അല്ലാഹ്ക്ക് വേണ്ട. അല്ലാഹു അതൊന്നും ആഗ്രഹിക്കുന്നുമില്ല. അതുകൊണ്ട് ഹിദായത്തിന്റെ സൗഭാഗ്യം കിട്ടിയവർ ശ്രദ്ധിക്കുക. ഏത് സമയത്തും സസ്പെൻഡ് ആവാം, ഏത് സമയത്തും ഡിസ്മിസ് ആവാം. ശ്രദ്ധിച്ച് കഴിഞ്ഞോടിക്കൊള്ളണം. രാവും പകലും ഒരുപോലെ. ഹാസിബു ഖബല അൻ തുഹാസബു, വിചാരണ കൃത്യമായി സ്വന്തത്തോട് ചെയ്തോളണം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കെതിരായിട്ട് എന്തെങ്കിലും ഞാൻ ചിന്തിച്ചു പോയിട്ടുണ്ടോ ഇന്ന്? മുഹമ്മദ് റസൂലുള്ളാഹിക്ക് എതിരായിട്ട് ഞാൻ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ട് പോയിട്ടുണ്ടോ ഇന്ന്? അണ്ണപ്പൈ തീർത്ത് മൈന്യൂട്ട് ലെവലിൽ ശ്രദ്ധിച്ചോളണം. ബാർബർ ഷാപ്പിൽ ആജിയാർ പോയി. ആജിയാർ ക്ലീൻ ഷേവിൻ്റെ ആളാണ്. ബാർബർ ഷാപ്പിൽ പോയിട്ട് പറഞ്ഞു, ഇന്ന് എൻ്റെ താടി വടിക്കണ്ടടാ. ആജിയാരെ എല്ലാം വളർന്നിട്ടുണ്ടല്ലോ, ഒരാടെ കിട്ടടാ. ഞാനൊരു നസീഹത്ത് കേട്ടു. നീ ഈ മിരാരത്തിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? ആ, എപ്പോൾ കേൾക്കാലോ. അതിൻ്റെ അർത്ഥം അറിയോ നിനക്ക്? അർത്ഥമൊന്നും എനിക്കറിയില്ല. എടാ, ഞാൻ മുഹമ്മദിൻ്റെ ജീവിതം ഞാൻ ജീവിച്ചോളാം എന്ന് ഞാൻ അള്ളാഹ്ക്ക് കരാറ് കൊടുക്കുന്നു എന്നാണ് പറഞ്ഞ വാക്കിൻ്റെ മായന. അശ്ഹദു, ഞാൻ അള്ളാഹുവിന് ഉറപ്പ് കൊടുക്കുന്നു, അന്ന മുഹമ്മദൻ റസൂൽ, ഞാൻ എന്ത് ചെയ്യുന്നുണ്ടെങ്കിലും മുഹമ്മദ് ഈ റിസാലത്തനുസരിച്ചേ ചെയ്യുള്ളൂ എന്ന് ഞാനത് തീരുമാനിച്ചോളാം. അതിന് എന്താ ആചാരം വേണ്ടത്? താടി വടിക്കണ്ട. അതെന്താ? എടാ, താടിയുടെ കാര്യത്തിൽ 3 കാര്യങ്ങളുണ്ട്. 1 ഇതാഅത്തിന്റെ താടി, 1 മഅസിയത്തിന്റെ താടി, 2 ഇതാഅത്തിന്റെ താടി, 3 ഇത്തിബാഇന്റെ താടി. ഇതൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല ആചാര്യ. അത് ഒരു തമിഴ്നാട്ടുകാരനാണ്, ഒരു മുസ്ലിമാണ് ബാബൂർ അല്ലേ. മറുപടി കൂടുതൽ സ്നേഹം മുസ്ലിങ്ങളോടാണ് ബാബൂർ. എന്താ ആചാര്യ പറഞ്ഞത്? താടിയുടെ കാര്യത്തിൽ മാത്രം ഒന്നെടുക്കാം. ഒരു താടി മഅസിയത്തിന്റെ താടിയാണ്. മുഹമ്മദ് റസൂൽ അനുസരിച്ച് താടിയുടെ മഅസിയത്തിന്റെ താടി, ക്ലീൻ ഷേവ് താടി, അത് പാപത്തിന്റെ താടിയാണ്, തെറ്റുകുറ്റങ്ങളുടെ താടിയാണ്. ക്ലീൻ ഷേവ് അത് മുഹമ്മദ് ഈ റിസാലത്തിന് ഞാൻ കൊടുത്ത ഷഹാദത്തിനെതിരാണടാ. അതുകൊണ്ട് ഞാനിനി ഇത്രയും നാളിങ്ങനെ അശ്ഹദു അന്ന മുഹമ്മദ് റസൂൽ പറഞ്ഞതല്ലാതെ പ്രവർത്തിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഞാൻ ഈ വിഷയം അങ്ങോട്ട് ഞാൻ മുഹമ്മദ് റസൂലിനെ കീപ്പ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇനി താടി വടിക്കണ്ട, ഒന്ന് ഡ്രിം ചെയ്ത് തന്നാൽ മതി. ഫ്രഞ്ച് താടി, ഷാഫി താടി. ഷാഫി മദ്ഹബിൽ അത്യാവശ്യം ഡ്രിം ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഷാഫി മൂല്യന്മാർ ഡ്രിമ്മിങ് താടിയും കൊണ്ട് നടക്കുന്നത്. കണ്ടിട്ടില്ലേ? എനിക്ക് ഫീൽ അറിയില്ല, എനിക്ക് കുറച്ചും കൂടി സ്ട്രോങ് ആണ് ആ വിഷയത്തിൽ. അതുകൊണ്ട് നീ എനിക്കൊന്ന് ഒപ്പിച്ചു തന്നാൽ ഒപ്പിച്ചു കൊടുത്തു. കുറേ നാളത്തേക്ക് ആചാര അഡ്രസ്സില്ല. കുറേ നാളിങ്ങനെ ഒപ്പിച്ച് പോയി. പിന്നെ കുറച്ച് കാലത്തേക്ക് കാണാനില്ല. പിന്നെ ദിവസം ആചാര്യ വരുന്നു, വലിയ താടിയായിട്ട്. ഇതുവരെ ചെയ്തത് ഇതാഅത്തിന്റെ താടിയായിരുന്നു. ആചാര്യോട് ചോദിച്ചു, എന്താ ആചാര്യ ഇങ്ങനെ ഈ താടി വല്ലാണ്ട് വളർന്നിട്ടുണ്ടല്ലോ? എടാ, ഞാൻ ഇതുവരെ നിന്നോട് ചെയ്യാൻ പറഞ്ഞത് ഇതാഅത്തിന്റെ താടിയാണ്, അനുസരണത്തിൻ്റെ താടി. ആരനുസരിക്കാൻ? എൻ്റെ ലഭ്യങ്ങളനുസരിക്കാൻ. എന്താ, എൻ്റെ ലഭ്യങ്ങൾ പഠിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അശ്ഹദു അന്ന മുഹമ്മദ് റസൂൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പഠിച്ചിട്ടില്ല ഇതുവരെ. പിന്നെ ഇതോ
എടാ ഇനി എനിക്ക് ഇത്തിബായിൻ്റെ താടി വേണം. അതെന്താ ചേരെ? അനുകരണത്തിൻ്റെ താടി. മലയാളം മനസ്സിലാവോ? അനുസരണം, അനുകരണം. അനുസരണം എന്ന് പറഞ്ഞാൽ നിയമത്തിന് വെളിപ്പെടുന്നതിനാണ് ഇത്താഅത്ത് എന്ന് പറയുന്നത്. അനുകരണം എന്ന് പറഞ്ഞാൽ വ്യക്തികളെ ഫോളോ ചെയ്യുന്നതിനാണ് അനുകരണം എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ മനസ്സിലായില്ലേ? മലയാളം പറഞ്ഞാൽ ഇത്താഅത്ത് ഇത്തിബാ, ഇത്താഅത്ത് നിയമമാണ്. അതുകൊണ്ട് അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല, അള്ളാഹിനെ അനുസരിക്കണം, റസൂലിനെ അനുസരിക്കണം. എന്നുവെച്ചാൽ അവർ രണ്ടാളും പറഞ്ഞിരുന്ന നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കണം. നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ പഠിക്കാതിരുന്നാൽ തന്നെ ഞാൻ ശരീഅത്തനുസരിച്ച് ജീവിക്കുന്നവനായി. പക്ഷെ ഇത്തിബാ, അള്ളാഹിനെ ഇത്തിബാ ചെയ്യുന്നില്ല, അള്ളാഹിനെ അനുകരിക്കാൻ കഴിയില്ല. അള്ളാഹ് ചെയ്യുമ്പോൾ ചെയ്യാൻ കഴിയുമോ? പക്ഷെ റസൂലിനെ ഇത്തിബാ ചെയ്യണം. ഫത്തബിഉർ റസൂൽ, അനുകരണം. അതെന്താ വെച്ചാൽ എൻ്റെ പ്രവാചകൻ താടി നീട്ടാറാണ് പതിവ്. എൻ്റെ പ്രവാചകൻ ഒരിക്കലും താടി കുറച്ചിട്ടില്ല. എൻ്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഒത്തർക്കൂ ലിഹ്യത്തക്കും, താടിയെ നിങ്ങളങ്ങ് വിട്ടേക്കണം, അതിന് നിങ്ങൾ കൂടുതൽ നന്നാക്കാൻ നിൽക്കണ്ട, ഒപ്പിച്ചാൽ മാത്രം മതി, കുറക്കണ്ട. അതുകൊണ്ട് ഞാൻ ഇനി മുതൽ അങ്ങോട്ട് അങ്ങനെയാണ്. കൃത്യമായിട്ട് ആ ബാബർക്കും തിരിഞ്ഞു വശതന്നെ റസൂൽ എന്താണെന്ന് ആചാർക്കും തിരിഞ്ഞു വശതന്നെ റസൂൽ. നിങ്ങൾക്ക് തിരിഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ മുഹമ്മദ് റിസാലത്തിന് ഷഹാദത്ത് കൊടുത്തവൻ പെണ്ണുങ്ങളുടെ കാര്യത്തിലും അങ്ങനെ തന്നെ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകൾക്ക് വസ്ത്രം നിശ്ചയിച്ചിട്ടുണ്ട്. ഒന്ന് ഔറത്ത് മറക്കാനുള്ള വസ്ത്രം, പിന്നൊന്ന് സീനത്ത് മറക്കാനുള്ള വസ്ത്രം. ഔറത്ത് ഏതാണ്? സ്ത്രീകളുടെ ഔറത്ത് മാസിവൽ വജ്ഹി വൽ കഫൈ, മുഖവും മുങ്കയും ഒഴിച്ചു ബാക്കിയുള്ള മുഴുവൻ സ്ഥലവും ഔറത്താണ്. അത് ആരായാലും മറച്ചോളണം, കിളവിയായാലും മറച്ചോളണം, ബാലിക്കത്തിയാലും മറച്ചോളണം, പ്രായപൂർത്തി എത്തിയാൽ മരിക്കുന്നവരെ മറച്ചോളണം. മുങ്കയും മുഖവും സീനത്തിൻ്റെ ഭാഗമാണ്. മുങ്കയും മുഖവും സീനത്തിൻ്റെ ഭാഗമാണ്. അപ്പം ഔറത്ത് മറക്കുന്ന അത്ര കട്ടിയില്ല സീനത്തിന്. സീനത്ത് ആർക്കുണ്ടോ ആ സീനത്ത് മറ്റൊരുത്തൻ കണ്ടാൽ അപകടം ചെയ്യുമോ എന്ന സീനത്ത് മറക്കൽ നിർബന്ധമാണ്. ഒരു സ്ത്രീയുടെ അഴകിൽ ഏറ്റവും ബലപ്പെട്ട അവയവം ഏതാണ്? ഒരു പെണ്ണിൻ്റെ സൗന്ദര്യം അളക്കാൻ ഏത് അവയവത്തെ നോക്കിയാലാണ് മനസ്സിലാകുക? അവയവം മനസ്സിലായില്ലേ? പറഞ്ഞോ, ധൈര്യത്തിൽ ഇത്ര ധൈര്യക്കുറവ്. മുഖം അല്ലേ? ഇപ്പം അതിനും അഭിപ്രായം എന്ത് പറഞ്ഞാലും ഇപ്പോഴത്തെ സ്വന്തം മുഖം. കല്യാണത്തിന് നിശ്ചയിച്ച പെണ്ണ് കാണാൻ പോക്കില്ലേ? എന്തുവാ കുട്ടി കാണുക? മുഖമല്ലേ? ഒരു പെണ്ണ് മുഖം മൂടിയിട്ട് ബാക്കിയുള്ള ശരീരത്തിൻ്റെ ഭാഗം കാണിച്ചു ഒരുത്തം കെട്ടാൻ നിൽക്കുക. ഇപ്പം മുഖം സീനത്താന്ന് ഉറപ്പിച്ചത് നിങ്ങൾ തന്നെ ഉറപ്പിച്ചു. അള്ളാഹു പറയുന്നു, ലാ തുബ്ദീന സീനത്തഹുന്ന, പെണ്ണുങ്ങൾ അവരുടെ സീനത്ത് പുറത്ത് കാണിക്കരുത്. ഇപ്പൊ സീനത്തിന് നിങ്ങൾ അഭിപ്രായം പറയില്ല. പറഞ്ഞത് വേറെ എവിടെയോ കാണിക്കേണ്ടെന്ന് പറഞ്ഞിട്ട് വ്യാഖ്യാനിക്കൊന്നും ചെയ്യണ്ട. പെണ്ണിന്റെ സീനത്തെ മുഖം തന്നെയാണ്, ഇത് സംശയമൊന്നുമില്ല. അള്ളാഹ് പറഞ്ഞു, ലാ തുബ്ദീന സീനത്തഹുന്ന, സ്ത്രീകൾ അവരുടെ മുഖം, അവരെ സീനത്ത് വെളിവാക്കാതിരിക്കട്ടെ. ഇല്ല അലാ ബുഊലത്തിഹിന്ന, ഭർത്താക്കന്മാരുടെ മുമ്പിലല്ലാതെ. ഭർത്താക്കന്മാരുടെ മുമ്പിൽ സീനത്ത് മറക്കണമെന്നില്ല, ഔറത്ത് മറച്ചാൽ മതി. ഔ ആബാഇഹിന്ന, ബാപ്പാന്റെ മുമ്പിൽ സീനത്ത് മറക്കണമെന്നില്ല, ഔറത്ത് മറച്ചാൽ മതി. ഔ ആബാഇ ബുഊലത്തിഹിന്ന, ഭർത്താവിന്റെ ബാപ്പമാര്, അവരെ മുമ്പിലും സീനത്ത് മറക്കണ്ട, ഔറത്ത് മറച്ചാൽ മതി. ഔ അബിനാഇഹിന്ന, ആമക്കളെ മുമ്പിൽ ഔറത്ത് മറച്ചാൽ മതി, സീനത്ത് മറക്കണ്ട. ഔ ആബാഇ ഔ അബിനാഇ ബുഊലത്തിഹിന്ന, ഭർത്താവിന് വേറെ വിവാഹത്തിൽ ആമക്കൾ ഉണ്ടെങ്കിൽ അവരെ മുമ്പിലും ഈ പെണ്ണ് സീനത്ത് മറക്കണമെന്നില്ല, അതും ആങ്ങളെയാണ്. ഔ ഇഖ്വാനിഹിന്ന, ബ്രദേഴ്സ്, ആങ്ങളാര്, പെണ്ണിന്റെ ആങ്ങളാരുടെ മുമ്പിലും സീനത്ത് മറച്ചണമെന്നില്ല, ഔറത്ത് മറച്ചാൽ മതി. ഔ ബനി ഇഖ്വാനിഹിന്ന, ആങ്ങളാരുടെ ആമക്കൾ, ആങ്ങളാരുടെ ആമക്കൾ, ഒരു പെണ്ണിന്റെ സഹോദരൻ, അവരെ ആമക്കൾ. ഔ ബനി ഇഖ്വാത്തിഹിന്ന, ഏട്ടത്തിൻ്റെ അനിയത്തിൻ്റെ ആമക്കൾ. ഇവരൊന്നും സീനത്ത് മറക്കണമെന്നില്ല, ഇവരുടെ മുമ്പിലൊന്നും പെണ്ണ് സീനത്ത് മറക്കണ്ട, ഔറത്ത് മറച്ചാൽ മതി. ഇവരല്ലാത്ത ആരുടെ മുമ്പിലും സീനത്തും കൂടി മറക്കണം എന്നല്ലേ ഇത് മനസ്സിലാകുന്നത്? അല്ലെങ്കിൽ പിന്നെ ഇത് എടുത്തു വരേണ്ട ആവശ്യം എന്താണ്? ഈ 7 കൂട്ടരെ അള്ളാഹു ആണ് പറയുന്നത്. ഇപ്പം ഈ നാട്ടിലെ പെണ്ണുങ്ങൾ മുഴുവനും നമ്മളെ സഹോദരിമാരാണ്, ഉമ്മമാരാണ്. ഇവിടുത്തെ ആണുങ്ങളെല്ലാം ഇവിടുത്തെ പെണ്ണുങ്ങന്മാരെ പിന്നെന്ത് അടിസ്ഥാനത്തിലാണ് പെണ്ണെല്ലാം ഒന്നിച്ച് സ്റ്റേജിൽ കയറുന്നവൻ ഒട്ടിച്ചൊട്ടിക്കാനും പ്രമിക്കാൻ പോകുന്നത്? ഏത് അടിസ്ഥാനത്തിലാണ്? ഇസ്ലാമിൻ്റെ പേരിൽ. അയാൾ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയക്കാരൻ, അവൻ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ കളിച്ചാൽ മതി, ഇസ്ലാമിൻ്റെ പേരിൽ കളിക്കണ്ടായ. എന്താ പറഞ്ഞു?
ഇപ്പൊ ദുര്യാവെത്തി ജൂതൻ ജയിച്ചു, നാം തോറ്റു. എന്നിട്ട് പറയുന്നത് ജൂതനോട് നമുക്ക് ഭയങ്കര വെറുപ്പാണെന്ന്. ജൂതനല്ലേ പഠിപ്പിച്ചത് ആണിനെയും പെണ്ണൊന്ന് ചേർക്കാൻ? എന്നിട്ട് ന്യായം ഇസ്ലാം പാർട്ടിക്കാർ പറഞ്ഞത് എന്താണെന്നറിയുമോ? ആയിഷ ബി ഇറങ്ങിയിട്ടില്ലേ? നാണക്കേട് പറയും. ആയിഷ അല്ലാഹു തആല എന്നെ കൂഫയിലേക്ക് പോയത് ശരിയാ? ആയിഷ അല്ലാഹുവിന് ഇന്ത്യയും ഭാര്യമാരെ പോലെയാണോ? ആയിഷ ഇവിടുത്തെ മുഅ്മിനീങ്ങളെ ഉമ്മയല്ലേ? ഖിയാമത്ത് നാൾ വരെ എൻ്റെ നിങ്ങളെ ഉമ്മയല്ലേ ആയിഷ ബി? ആയിഷ ബിക്ക് മുഅ്മിനീങ്ങളുടെ മക്കളെ സംസാരിക്കാൻ ആരെങ്കിലും ചീട്ടുവാണോ? എന്നിട്ട് അതവിടെ മറച്ചു വെച്ചിട്ട് ആയിഷ ബി പോയില്ലേ പ്രസംഗിക്കാൻ, അവിടെ എൻ്റെ ഭാര്യയും പ്രസംഗിക്കാൻ പോകുന്നു. ആയിഷ പോയില്ലേ പ്രസംഗിക്കാൻ, അവിടെ എൻ്റെ മോളെയും ഞാൻ പ്രസംഗിക്കാൻ അയക്കുന്നു. ഏതാ വകുപ്പ്? ആയിഷ ബി നിന്റെ ഉമ്മയാ. ഈ പറയുന്നവൻ്റെ ഓളും ഭാര്യയും ഈ പറയുന്നവൻ്റെ പൊമ്മക്കളും ആരുമ്മയാ? ദീനുൽ ഇസ്ലാമിന്റെ പകുതി മുറിച്ചിട്ട് ദീനുൽ ഇസ്ലാമിനെ കൊല്ലാൻ ജൂതം പഠിപ്പിച്ചിട്ടുണ്ട്. അതാണ് നടപ്പിലായിക്കൊണ്ടിരിക്കുന്നത്. തിരുത്തിയേ പറ്റൂ. എല്ലാവരും തിരുത്തുന്ന ഒരു നിർബന്ധം നമുക്കില്ല, അത് നടക്കുകയും ചെയ്യില്ല. പക്ഷെ ഇത് നാളെ ആഖിറത്തിൽ ഈ വാക്ക് സാക്ഷിയാണ്. ഞാൻ ഈ പറഞ്ഞ വാക്ക് അള്ളാഹുവിൻ്റെ കോടതിയിൽ എൻ്റെ ഹൃദയവും നിങ്ങളുടെ നാവും നിങ്ങളുടെ ഹൃദയവും ഹാജരാക്കും വിചാരണയ്ക്ക് വേണ്ടി. ആ സമയത്ത് ഈ പറഞ്ഞതും കേട്ടതൊക്കെ അള്ളാഹു വിചാരണ ചെയ്യും. ഇല്ലാന്ന് തോന്നുന്നില്ലല്ലോ? വിചാരണയെ പറ്റി സംശയമൊന്നുമില്ലല്ലോ? ഞാനും സംശയം, മുഴുവൻ സംശയമാണ്. തല മുതൽ വാല് വരെ സംശയമാണ്. എൻ്റെ ബഹുമാനമുള്ള സഹോദരങ്ങളെ, സ്നേഹിതന്മാരെ, സഹോദരിമാരെ, എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇവർക്ക് മുന്നറിയിപ്പ് കൊടുത്തത്? ആ മുന്നറിയിപ്പാണ് ഈ പറഞ്ഞത്. അവർ ദർഗയിൽ പോയി മാത്രം, വേറെ ഒരു തെറ്റും അവർ ചെയ്തതായിട്ട് ഖുർആനിലോ ഹദീസിലോ കാണുന്നില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹുമായി ബന്ധപ്പെട്ട ആദർശപരമായ വേറൊരു തെറ്റ്, എന്തെങ്കിലും ഒരു ബടക്കത്തരം അവരുടെ കാലഘട്ടത്തിലുള്ളതായിട്ട് ഖുർആനിലോ ഹദീസിലോ കാണുന്നില്ല. ഈ 5 മഹാന്മാരെ ഖബറും ദർഗയുമല്ലാതെ നൂഹ് നബി അവർ ഭ്രാന്തനാക്കി. നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ അവർ ഒറ്റപ്പെടുത്തി, കല്ലെറിഞ്ഞു, ചീത്ത പറഞ്ഞു. ചെയ്യാൻ പറ്റുന്ന തോന്നിവാസം മുഴുവനും ഈ മൗലാനമാരും ശൈഖുനമാരും പുൽറ കൊണ്ട് ചെയ്യിപ്പിച്ചു. സഹി കെട്ടപ്പോൾ നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. സഹി കെട്ടപ്പോൾ നൂഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു, ലാ തദർ അലൽ അർദി മിനൽ കാഫിരീന ദയ്യാറ. ആദ്യം പറഞ്ഞത് ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, രാവും പകലും ഈ ദർഗയിൽ പോകരുത് എന്ന് ഞാൻ ഞങ്ങളോട് പറഞ്ഞു അല്ലാഹുവേ. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറ. ഒരൊറ്റ കുട്ടി അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല, ആരും എന്നെ അനുസരിക്കുന്നില്ല. ഞാൻ പറയുന്നത് വളരെ കുറച്ചാളെ കേൾക്കുന്നുള്ളൂ. എല്ലാ മഹാന്മാരും മലഉകൾ മൗലാനമാർ ശൈഖുനമാരെല്ലാം എനിക്കെതിരെ. മടുത്തു അല്ലാഹുവേ. നൂഹ് നബിൻ്റെ ആ ബുദ്ധിമുട്ട് അല്ലാൻ അറിയിക്കുകയാണ്. എനിക്ക് വിഷമാണ് അല്ലാഹുവേ, പ്രയാസമുണ്ട്. സഹിച്ച് അങ്ങേ അറ്റത്തെത്തി. ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. ഈ ഭൂമിയിൽ ഒരൊറ്റ കാഫിറിനെ പോലും നീ ബാക്കി വെക്കല്ലേ അല്ലാഹുവേ, നശിപ്പിച്ചളവന്മാരെ. ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഈ കഥ പറയാനല്ല നിങ്ങളോട് പറഞ്ഞത്, നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത് ആരെയാണ്? നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത് ആരെയാണ്? ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറ. നൂഹ് നബി ആരെയാണ് കാഫിർ എന്ന് വിളിച്ചത്? വല്ലാഹി ഈ മൗലാനമാരെയും ശൈഖുനമാരെയുമാണ് കാഫിർ എന്ന് വിളിച്ചത്. ഈ 5 ദർഗകൾ, വദ്ദിന്റെ, സുവാഇന്റെ, യഊഖിന്റെ, യഹൂസിന്റെ, നസ്റിന്റെ ദർഗകളിൽ ഒത്താശ ചെയ്യുന്ന, ഖിദ്മത്ത് ചെയ്യുന്ന ആലിമീങ്ങളെയും മൗലാനമാരെയും ശൈഖുനമാരെയും മുദരിസുമാരെയും ഖത്തീബുമാരെയും അവർക്ക് ദർഗകളുമായിട്ടാണ് ബന്ധമെങ്കിൽ അവരെയാണ് നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത്. അല്ലെങ്കിൽ പിന്നെ ആരെയാണ് നിങ്ങൾ തെളിയിക്കണം. പറഞ്ഞു, ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്. നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത് ഇന്ന കാരണത്താലുള്ളവരെയാണ് എന്ന് നിങ്ങൾ പറഞ്ഞു, ഞാൻ അനുസരിക്കാൻ തയ്യാറാണ്, ഞാൻ തിരുത്താനും തയ്യാറാണ്, ഹക്കായ തെളിവ് കിട്ടിയാൽ. നൂഹ് നബി കാഫിർ എന്ന് വിളിച്ചത് ഹിന്ദുക്കളെയാണോ? ഹിന്ദുക്കൾ ഇന്നലെ വന്നതാണ്. നൂഹ് നബിന്റെ കാലത്ത് ഹിന്ദുക്കളില്ല. ക്രിസ്ത്യാനികളെയാണോ? നൂഹ് നബിന്റെ കാലത്ത് ക്രിസ്ത്യാനിയുമില്ല. ജൂതന്മാരെയാണോ? നൂഹ് നബിന്റെ കാലത്ത് ജൂതനുമില്ല. കമ്മ്യൂണിസ്റ്റുകളെയാണോ? നൂഹ് നബിന്റെ കാലത്ത് കമ്മ്യൂണിസ്റ്റുകളും ഇല്ല. ഫാസിസ്റ്റുകളെയാണോ? നൂഹ് നബിന്റെ കാലത്ത് ഫാസിസ്റ്റുകളും ഇല്ല. ഷിയാക്കളെയാണോ? നൂഹ് നബിന്റെ കാലത്ത് ഷിയാക്കളും ഇല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിച്ചോ. നൂഹ് നബിന്റെ ചരിത്രം പരിശുദ്ധ ഖുർആൻ വിശാലമായി പറഞ്ഞു തന്നിട്ടില്ലേ? എങ്കിൽ പിന്നെ കാഫിർ എന്ന് വിളിച്ചത് വല്ലാഹി ഈ 5 മഹാന്മാരുടെ ദർഗകളുമായി ബന്ധപ്പെട്ടവരെയാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ഫസ്തജാബ ലഹു നൂഹ് നബി അലൈഹി വസല്ലമിന്റെ ദുആക്ക് ഉത്തരം കൊടുത്തു. ഓ നൂഹ്, ശരി, ഞാൻ കൈകാര്യം ചെയ്തേക്കാം. അല്ലാഹു അക്ബർ. ഞാൻ കൈകാര്യം ചെയ്തേക്കാം. നിങ്ങളൊരു കാര്യം ചെയ്യും, മരുഭൂമിയിൽ ചെന്നൊരു കപ്പലുണ്ടാക്കുക. ഇസ്നഇൽ ഫുൽക ബിവഹ്യിനാ വഅയ്യുനിനാ. ഞാൻ പറയുന്ന പ്ലാൻ അനുസരിച്ച്, ഞാൻ പറയുന്ന നീളത്തിൽ, ഞാൻ പറയുന്ന വീതിയിൽ, ഞാൻ പറയുന്ന ആഴത്തിൽ ഒരു കപ്പൽ ഉണ്ടാക്കണം. ബിവഹ്യിനാ വഅയ്യുനിനാ. ബിഅയ്യുനിനാ വവഹ്യിനാ. കപ്പലുണ്ടാക്കി. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു നൂഹ് നബിയോട്, ഓ നൂഹ്, ഫലാ തുഖാതിബിനി ഫില്ലദീന ളലമു ഇന്നഹും മുഗ്റഖൂൻ. നീ ഇപ്പം പറഞ്ഞ മൗലാനമാരും ശൈഖനമാരും ഇല്ലേ, അവരെ ദർഗകളും ശൈഖുകളും, അവരുമായിട്ട് ഇനി ഒരു സംഭാഷണത്തിന് നീ എൻ്റെ അടുത്ത് വരാൻ പാടില്ല. അവരെ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്ത് നീ വരാൻ പാടില്ലേ. അതെൻ്റെ ഉപ്പയാണ്, അതെൻ്റെ ഉമ്മയാണ്, അതിൻ്റെ അനിയനാണ്, അതിൻ്റെ ഏട്ടനാണ്, ഇതൊന്നും പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് വരാൻ പാടില്ല. അവർ ളാലിമീങ്ങളാണ്, കുരുത്തം കെട്ടവരാണ്. ഇന്നഹും മുഗ്റഖൂൻ. തീർച്ചയായിട്ടും അവരെ മുക്കിക്കൊല്ലാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അല്ലാഹു പറഞ്ഞതല്ലേ. ആരാണ് ഇന്നഹും? ഈ ദർഗൻ്റെ ആളല്ലാതെ വേറെ ആരാണ് അന്ന് മുക്കിക്കൊല്ലാൻ വേറെ ആളുള്ളത് എന്ന് ഇവിടെ പറഞ്ഞു. ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാനിങ്ങനെ പറഞ്ഞിട്ട് എന്നെ ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിങ്ങൾ പ്രമാണങ്ങൾ കൊണ്ട് തെളിച്ചാൽ ഞാൻ അത് തിരുത്താൻ തയ്യാറാണ്. ഞാൻ എന്ത് കടുപ്പാണ് ഈ കാലത്ത് പറഞ്ഞത്. പരിശുദ്ധ ഖുർആൻ അന്ന് തന്നെ എൻ്റെ ഭാഷയിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നു. പിന്നെ എന്ത് കടുപ്പാണ് ഞാൻ ആ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. ആരും അടുക്കളക്കാര്യമൊന്നും ഞാൻ പറയാറില്ല. പറഞ്ഞോ അതുപോലെ ആരെങ്കിലും അടുക്കളക്കാര്യം, അങ്ങാടിക്കാര്യം, ആരുടെയെങ്കിലും പ്രൈവറ്റ് കാര്യം ഇല്ല. അതൊന്നും എൻ്റെ ഉത്തരവാദിത്തപ്പെട്ടതല്ല. ഒരാളുടെയും പേര് പോലും പറഞ്ഞ് ശ്രദ്ധിക്കാൻ ഞാൻ ആളല്ല. പ്രമാണം വെച്ചുകൊണ്ട് ഞാൻ ആദർശം പറയും. അല്ലാഹുവേ കബൂലാക്കണേ ദുആ. നൂഹ് നബി അലൈഹി വസല്ലം കപ്പലിന്റെ പണി പൂർത്തിയാക്കിയപ്പോൾ അല്ലാഹു തആല പറഞ്ഞു, നിങ്ങൾ ഒന്നിച്ച് തൗഹീദ് അംഗീകരിച്ച 80 പേരോട് കപ്പലിൽ പോയി താമസിക്കാൻ പറയുന്നു. നാടും വീടെല്ലാം വിട്ടിട്ട് എല്ലാം പെറുക്കി കെട്ടി കപ്പലിൽ കയറിക്കൊള്ളാൻ പറ. എത്ര കാലം? 950 കൊല്ലം കഥ പറയാൻ എളുപ്പാ. ഓരോ 100 കൊല്ലവും ചെയ്തു തീർത്ത ജോലി ചില്ലറയല്ല. നൂഹ് നബി 300 കൊല്ലം എടുത്തു കപ്പലിന്റെ പണി പൂർത്തിയാക്കാൻ. 300 കൊല്ലം. 950 കൊല്ലം കേൾക്കുമ്പോൾ എന്തായിരിക്കും എഴുത്തിനുണ്ടാകാൻ ചിന്തിക്കുന്നുണ്ടാവും. കാരണം എന്തറിയോ, നമ്മളാകെ 60 വയസ്സോ 70 വയസ്സോ ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ചെയ്തു തീർത്ത തോന്നിയാസങ്ങൾക്ക് അതിരില്ല. അപ്പൊ നമുക്ക് 900 കൊല്ലം മനസ്സിലാവൂല. അങ്ങനെ അതും ചെയ്തു നൂഹ് നബി അലൈഹി വസല്ലം. മൂന്നാമതായിട്ട് അല്ലാഹു തആല പറഞ്ഞു, നൂഹേ, കാടുകളിൽ നിന്നും കരകളിൽ നിന്നും കടലുകളിൽ നിന്നും മൃഗങ്ങൾ, ജീവികൾ, ഈ 2 ഇണകൾ അതിനെ പിടിച്ചിട്ട് കപ്പലിൽ കയറ്റണം. മിൻ കുല്ലിൻ സൗജൈനി ഇസ്നൈൻ. 2 ആണാട് 2 പെണ്ണാട്, 2 ആൺപശു 2 പെൺപശു, 2 ആൺപോത്ത് 2 പെൺപോത്ത്, പെൺപോത്തല്ല എരുമ, 2 ആൺകുതിര 2 പെൺകുതിര, എല്ലാം. ഒരു കോയിനെ പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റൂല. രാവിലെ കൂട് വന്നിട്ട കോയിനെ, ഒരു കോയിനെ പിടിച്ചിട്ട് വാടാന്ന് ഇപ്പം മോനോട് പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണ്. ഖുർആനല്ലേ കൂട്ടരെ. എന്താ സയൻസ് റിസൂളായി പോകുന്നുണ്ടോ മനസ്സിൽ? അതിലുള്ള സയൻസ് റിസൂളൊന്നും വരുന്നില്ലല്ലോ. ഏത് സമയത്തും ഷഹാദത്ത് ബാത്തിലാവാം, ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ. ആഞ്ജോലിയും പൂർത്തിയാക്കി നൂഹ് നബി അലൈഹി വസല്ലം. അവസാനം നൂഹ് നബിയോട് അല്ലാഹു തആല പറഞ്ഞു, ഓ നൂഹ്, ദാ തീരുമാനം വരാൻ പോവുകയാണ്. അല്ലാഹു തആല ആകാശത്തോട് കൽപ്പിച്ചു കംപ്ലീറ്റ് വെള്ളം ഭൂമിയിലേക്ക് ഇറക്കാൻ. ഭൂമിയോട് കൽപ്പിച്ചു മുഴുവൻ വെള്ളവും വെളിയിലേക്ക് തള്ളാൻ. യൂഫ്രട്ടീസ് നിറഞ്ഞു, ടൈഗ്രീസ് നിറഞ്ഞു, ഇറാഖ് മുഴുവനും മുങ്ങി. ബഹുമാനപ്പെട്ട നൂഹ് നബിന്റെ കപ്പലെടുത്ത് മരുഭൂമിയിലാണ്. കടലിൽ കയറി വെള്ളം കയറി 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 മരുഭൂമിയിലെത്തി. പർവ്വതത്തോളം ഉയരമുള്ള തിരമാലക്ക് മുകളിലൂടെ നൂഹിന്റെ കപ്പൽ നീങ്ങാൻ തുടങ്ങി. ആ കപ്പലിൽ നിന്നുകൊണ്ട് നൂഹ് നബി കാണുകയാണ്, സകല മൗലാനമാരും ചത്തൊടുങ്ങിയിരിക്കുകയാണ്, സകല ശൈഖുനമാരും ചത്തൊടുങ്ങിയിരിക്കുകയാണ്, സകല ദർഗകളും തകർന്ന് തരിപ്പണമായിരിക്കുകയാണ്, സകല കൊട്ടാരങ്ങളും കൊളുകളും മുഴുവനും ഒഴുകി നടക്കുകയാണ്. ലക്ഷക്കണക്കിന് മനുഷ്യൻ ചത്തൊടുങ്ങി ഒഴുകി നടക്കുകയാണ്. നൂഹ് നബി കാണുകയാണ്. ആ കൂട്ടത്തിൽ നൂഹ് നബി കാണുന്നു പ്രിയപ്പെട്ട സ്വന്തം മകൻ കൻആൻ.
സ്വന്തം മകൻ ഒരു വെള്ളത്തിൽ മുങ്ങിച്ചാകുന്നതായിട്ട്, ഒരു ചുഴിയിൽ മുങ്ങിച്ചാകുന്നതായിട്ട് കാണുന്നു. പുത്രവാത്സല്യം, മോനോടുള്ള സ്നേഹം, ഞാൻ ഇന്നലെ പറഞ്ഞ ആ മാനുഷികമായ തബഈയായ ആ വികാരം. വിളിച്ചു നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യാ ബുനയ്യർകം മഅനാ ഫലാ തകും മഅൽ കാഫിരീൻ. എൻ്റെ പൊന്നുമോനെ, ഈ തൗഹീദിന്റെ കപ്പലിൽ കയറിക്കോ. അല്ലാഹ് മാത്രം അവർക്ക് മാത്രമേ ഇന്ന് രക്ഷയുള്ളൂ മോനെ. ഒരു ദർഗന്റെ ആൾക്കാർക്കും ഇന്ന് രക്ഷയില്ല മോനെ. ഒരു തങ്ങൾക്കും ഇന്ന് സഹായിക്കാൻ കഴിയില്ല മോനെ. ഒരു ബീവിക്കും സഹായിക്കാൻ കഴിയില്ല മോനെ. ഒരു ബാവക്കും കഴിയില്ല മോനെ. ഒരു ജിന്നിനും കഴിയില്ല, ഒരു ഇൻസിനും കഴിയില്ല മോനെ. ഈ കപ്പലിൽ കയറിക്കോ. ഫലാ തകും മഅൽ കാഫിരീൻ. നീ കാഫിരീങ്ങളോടൊപ്പം ചത്തൊടുങ്ങണ്ട. ഇവിടെയും കാഫിർ എന്ന് വിളിച്ചത് ആരെയാണ്? ഇവിടെയും നൂഹ് നബി മോനോട് പറഞ്ഞ കാഫിർ ആരാ? ആ മോന്റെ ഉസ്താദുമാര്, ആ മോന്റെ ശൈഖുനമാര്, ആ മോന്റെ മൗലാനമാര്, ദർഗയുടെ ആസാമികൾ, പൂജക്കാര്, അൽഫാത്തിയന്റെ ആൾക്കാർ, അവരെയാണ് നൂഹ് നബി കാഫിർ. അവരൊക്കെ നീ പോണ്ട മോനെ, ഈ കപ്പലിൽ കയറിക്കോ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന നൂഹൻ റസൂലുള്ളാഹ്. അപ്പോൾ മോൻ പറഞ്ഞെന്താ അറിയോ? നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ശൈഖുന നരകത്തിലാണെങ്കിൽ നമ്മൾ നരകത്തിൽ പോകാൻ തയ്യാറാണ് എന്ന് കാരന്തൂരിശിയാക്കൾ കേട്ടിട്ടില്ലേ? ഞങ്ങളെ ശൈഖുന നരകത്തിൽ പോയി നമ്മളും പോകും. അതുകൊണ്ട് മുജാഹിദീങ്ങൾ ഞങ്ങളെ വല്ലാണ്ടൊന്നും ഇതാക്കണ്ട. അത്ര അപകടമാണ് ശിർക്ക് മനസ്സിൽ കയറിയ. ശിർക്ക് മനസ്സിൽ കയറിയ അത്ര അപകടമാണ്. അത് തന്നെയാണ് നൂഹ് നബിന്റെ മോനും പറഞ്ഞത്. നിങ്ങൾ എന്ത് പറഞ്ഞാലും, ഏത് വെള്ളം കയറിയാലും ഞങ്ങൾ ദർഗ വിടാൻ തയ്യാറില്ല വാപ്പ. നിങ്ങളീ പറയുന്ന അല്ല മാത്രം, അത് ശരിയാവില്ല വാപ്പ. നിങ്ങൾക്ക് ദർഗയില്ലാണ്ട് പറ്റൂല വാപ്പ, മോൻ പറഞ്ഞത്. ആ സമയത്ത് മോൻ ബാപ്പാനോട് പറഞ്ഞ മറുപടി അതാണ്. ഈ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ അടുത്ത മലയിലേക്ക് കയറും, എന്നാലും നിങ്ങളെ കപ്പലിലേക്ക് ഞാനില്ല. അമ്പലത്തിൽ പോയി തൊലഞ്ഞാലും സെൽഫി പള്ളിയിലേക്ക് ഞാനില്ല. ബാക്കി റമദാൻ മാസം എന്നെ കൊണ്ട് പൊതിൽ പറയിപ്പിക്കണ്ട. ബഹുമാനപ്പെട്ട നൂഹ് നബി ആ സമയത്ത് മറുപടി പറഞ്ഞു, എൻ്റെ പൊന്നുമോനെ, ലാ ആസിമൽ യൗമ മിൻ അംരില്ലാഹി ഇല്ലാ മൻ റഹീം. ഇന്നത്തെ ദിവസം അള്ളാഹ് അനുഗ്രഹിച്ചവർക്കല്ലാതെ രക്ഷപ്പെടാൻ ഒരു മലയിലും കഴിയില്ല മോനെ. ലാ ആസിമൽ യൗം, ഇന്നത്തെ ദിവസം രക്ഷപ്പെടുത്താൻ കഴിയില്ല മോനെ. ഇല്ലാ മൻ റഹീം, അള്ളാഹ് പ്രത്യേകം അനുഗ്രഹിച്ചവർക്കല്ലാതെ. അതിന് മറുപടിക്ക് അള്ളാഹ് കാത്തു നിന്നില്ല. ഫഹാല ബൈനഹുമൽ മൗജ്, ഒരു വലിയ തിരമാല വന്ന് നൂഹിന്റെയും മോന്റെയും ഇടയിൽ മറയായിട്ട് നിന്നു. ഫഹാല, മറയായിട്ട് നിന്നു. ബൈനഹുമ, ഉപ്പാന്റെയും മോന്റെ ഇടയിൽ. അൽ മൗജു, തിരമാല. വകാന മിനൽ മുഗറഖീൻ, ആ തിരമാലക്കപ്പുറത്ത് ചുഴിയിൽ ആ മകൻ ചത്തു. കംപ്ലീറ്റ് കാലിയായില്ലേ? ഏതെങ്കിലും ദർഗയിലെ ശേഖർ രക്ഷപ്പെടുത്തിയോ? ആരെങ്കിലും ഏതെങ്കിലും വലിയ രക്ഷപ്പെടുത്തിയോ? ഏതെങ്കിലും ജിന്നി രക്ഷപ്പെടുത്തിയോ? ഏതെങ്കിലും ബീവിയോ ബാവയോ രക്ഷപ്പെടുത്തിയോ? ഇല്ല എന്ന് ലോകാവസാനം വരെയുള്ള എന്നെയും നിങ്ങളെയും പഠിപ്പിക്കാനാണ് അള്ളാഹു തആല സംഭവം ഖുർആനിൽ പറഞ്ഞു തന്നിരിക്കുന്നത്. കംപ്ലീറ്റ് കാലിയായതിനു ശേഷം കപ്പലിൽ നിന്നിറങ്ങി ബഹുമാനപ്പെട്ട നൂഹ് നബിയും അനുയായികളും അള്ളാഹു തആല ആകാശത്തോട് പറഞ്ഞു, യാ അർളു ബിലഇ മാഅകി വയാ സമാഉ അഖ്ലി. ഭൂമിയോട് അള്ളാഹു തആല പറഞ്ഞു, ഭൂമി, നീ വെളിയിലേക്ക് തള്ളിയ വെള്ളം പെട്ടെന്ന് നീ വിഴുങ്ങിക്കൊള്ളണം. വയാ സമാഉ അഖ്ലി, ഓ ആകാശമേ, നീ ഇറക്കിയ വെള്ളം എത്രയും പെട്ടെന്ന് നീ വലിച്ചു കൊള്ളണം. സെക്കൻഡ് വെച്ചിട്ട് വെള്ളം അവസാനിച്ചു. ഫസ്തവത് അലൽ ജൂദി, ജൂദി പർവ്വതത്തിൽ നൂഹ് നബിയുടെ കപ്പൽ നങ്കൂരമിട്ടു. ആ 80 പേര് ഏകപക്ഷീയമായി മുഅ്മിനീങ്ങൾ മാത്രമാണ്. ആ 80 പേരാണ് തുടർന്ന് അങ്ങോട്ട് ദീനുൽ ഇസ്ലാമിൻ്റെ ചരിത്രത്തിൻ്റെ വാഹകർ. അഷ്റഫുൽ ഖൽക്കിൽ എത്തുന്നത് വരെയും അഷ്റഫുൽ ഖൽക്കിൽ നിന്ന് നമ്മളിലെത്തുന്നത് വരെയും 1-ാം അധ്യായം അവിടെ അവസാനിച്ചു. 2-ാം അധ്യായം ഇബ്രാഹിമി കാലഘട്ടം, 3-ാം അധ്യായം മൂസ കാലഘട്ടം, 4-ാം അധ്യായം അഷ്റഫുൽ ഖൽക്കിൻ്റെ കാലഘട്ടം, 5-ാം അധ്യായം എൻ്റെയും നിങ്ങളെയും കാലഘട്ടം. ഇൻഷാ അല്ലാഹ് ആ ബദ്ദുസുവായിൽ നിന്ന് ബദരീങ്ങളിലേക്ക് സമൂഹം എത്തിയത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഇൻഷാ അല്ലാഹ് നാളെ അല്ലല്ലോ, നാളെ വെള്ളിയാഴ്ചയല്ലേ? ഇൻഷാ അല്ലാഹ് നമുക്ക് ശനിയാഴ്ച കാണാം. അള്ളാഹു തൗഫീഖ്. അള്ളാഹു അറിവിൽ ഒരുപാട് ബർക്കത്ത് നസീബാക്കി തരട്ടെ. ആ അറിവനുസരിച്ച് അമൽ ചെയ്യാൻ സകല സൗഭാഗ്യങ്ങളും അള്ളാഹു പൂർത്തിയാക്കി തരട്ടെ. അഖൂലു ഖൗലി ഹാദാ വല്ലാഹു അഅലം.
വഅസ്തഗ്ഫിറുല്ലാഹൽ അസീം. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. സുബ്ഹാന റബ്ബി